സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റ്സ് അല്ലേ, ഇത് രണ്ടും നമ്മുടെ ബോഡിയുടെ പാർട്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോഡിയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് അല്ലേ ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റും. അപ്പോൾ ഈ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ഏകദേശം ഒരു 70% നമ്മൾ എന്താ പറയുക, നമ്മൾ പറയുന്നത് വാട്ടർ ആണെന്നാണ് പറയുന്നത്. ഈ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഈ ഫ്ലൂയിഡാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം കുടിക്കുന്നു. അപ്പോൾ ഈ വെള്ളം എങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. പല പല രീതിയിലുള്ള ഫ്ലൂയിഡ്സിൻ്റെ ഭാഗമായിട്ട് മാറുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് ഏത് മീഡിയത്തിലാണ്, ഒരു ഫ്ലൂയിഡ് മീഡിയത്തിൽ വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് ഒരു ഫ്ലൂയിഡാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ലിംഫ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ നമ്മുടെ സെമൻ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ എന്താണ്, ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മിനറൽസ് ആണ് അല്ലേ. ഇപ്പം നമുക്കറിയാം സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട് അല്ലേ, ക്ലോറൈഡ് അയോൺസ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, ബൈകാർബണേറ്റ്, ഇതെല്ലാം എന്താണ്, ഇലക്ട്രോലൈറ്റ്സ് ആണ്. അപ്പോൾ ഈ രണ്ടും ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റ്സും എന്ത് വേണം, ഇത് നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വളരെ അത്യാവശ്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ്, രണ്ട് ഫാക്ടേഴ്സ് ആണ് എന്ത്, ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റ്സും തമ്മിൽ എങ്ങനെയാണ് ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ബോഡിയിൽ ഇതൊരു നോർമലായിട്ടുള്ള ഒരു ബാലൻസിൽ പോകണം. അതായത് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഫ്ലൂയിഡ്സ് ആണെങ്കിലും കൂടുതലാവാൻ പാടില്ല, കുറവാവാൻ പാടില്ല, അതൊരു നോർമൽ ബാലൻസിൽ പോകണം. ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിലും അല്ലെ പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷനിങ് നടക്കണമെങ്കിൽ, നമ്മുടെ പല പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷനിങ് നടക്കണമെങ്കിൽ, ഇപ്പോൾ നെർവ് ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കണമെങ്കിലും ഒക്കെ എന്താണ്, ഇലക്ട്രോലൈറ്റ്സ് വേണം. അപ്പോൾ ഇതെല്ലാം തമ്മിൽ എന്താണ്, ഒരു ബാലൻസ് വേണം. അതല്ലെങ്കിലും അങ്ങനെയാണ്, നമുക്കിപ്പോൾ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും എന്താണ്, ഒരു ബാലൻസിൽ പോകണം. ഈ ബാലൻസിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്ന സമയത്താണ് ഈ പറഞ്ഞൊക്കെ പല പല എന്താണ് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഫ്ലൂയിഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഫ്ലൂയിഡ്സ് കുറഞ്ഞാൽ പ്രശ്നമാണ്, കൂടിയാൽ പ്രശ്നമാണ്. ഇലക്ട്രോലൈറ്റ്സ് തന്നെ നമ്മൾ ഹൈപ്പോനേട്രീമിയ അല്ലെങ്കിൽ ഹൈപ്പർ കലീമിയ അല്ലെങ്കിൽ ഹൈപ്പോനേട്രീമിയ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇലക്ട്രോലൈറ്റ്സിനകത്ത് വരുന്ന ഇംബാലൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, നമ്മുടെ ബോഡിയിലൊരു ബാലൻസിൽ പോകണം. അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ഓക്കെ, അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ബാലൻസും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഫ്ലൂയിഡ്സും ഇലക്ട്രോലൈറ്റ്സും നമ്മൾ നേരത്തെ പറഞ്ഞോണക്ക് നമ്മുടെ ബോഡിയുടെ അല്ലേ പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഇത് തമ്മിലും അതിലൊക്കെ ഇതിൻ്റെ ഒരു ബാലൻസും നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ പൊട്ടൻഷ്യൽ ആൻഡ് ആക്ച്വൽ ഡിസോർഡേഴ്സ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഒക്കർ ഇൻ എവറി സെറ്റിംഗ് വിത്ത് എവറി ഡിസോർഡർ അല്ലേ. ഓരോ അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു ഡിസോർഡർ ഉണ്ടാവുന്ന സമയത്ത് അവിടെ എന്തിൻ്റെ ഡിസോർഡർ ആണ് ഉണ്ടാവുന്നത്, അവിടെ ഫ്ലൂയിഡ്സിൻ്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അത് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് പല പല ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ സോഡിയം കുറയുന്നു അല്ലെ, സോഡിയം കുറയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നീ ഫ്ലൂയിഡ് എക്സസ് കൊണ്ടാവാം സോഡിയം കുറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ സ്വെറ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടോ സോഡിയം എക്സസ് ആയിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അല്ലെങ്കിൽ ചില മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നവരിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുടെ ഭാഗമായിട്ടൊക്കെ സോഡിയം കുറയുന്നതായിട്ട് വരാം അല്ലേ. അപ്പം ഈ പറയുന്നതൊക്കെ ഇതിനൊക്കെ എന്താണ്, സോഡിയത്തിൻ്റെ കുറയുമ്പോൾ ഉള്ള സിംറ്റംസ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ പൊട്ടാഷ്യത്തിൻ്റെ കുറയുന്നത്. അപ്പോൾ ഓരോന്നിനും എന്താണ് അതിൻ്റെതായ രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് അല്ലെങ്കിൽ ചേഞ്ചസും നമ്മുടെ ബോഡിയിലുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ് ആൻഡ് സോഡിയം ലോസ് വിത്ത് സ്ട്രെനുവസ് എക്സർസൈസ് അല്ലേ. നമ്മൾ ഭയങ്കര സ്ട്രെനുവസ് ആയിട്ട്, അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അത്ലറ്റിക് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നവർ ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ട് അവർ സ്ട്രെയിൻ ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിൽ നിന്ന് ധാരാളം ഫ്ലൂയിഡ് അല്ലെ, നമ്മൾ വേർത്തിട്ടൊക്കെ ഒരുപാട് ഫ്ലൂയിഡും അതുപോലെ തന്നെ അതിനോടൊപ്പം സോൾട്ടായിട്ട് സോഡിയവും ലോസ് ആവുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഹൈ എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ, ഇനിയിപ്പോൾ നമുക്കറിയാം എന്താണ് ചൂട് അല്ലെ, സമ്മർ സീസണാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ സീസൺ ആവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്, ധാരാളം വെള്ളം കുടിക്കണം അല്ലെ, ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കണം അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കണം. കാര്യം ഈ ഒരു സമയത്ത് ഹൈ ടെമ്പറേച്ചർ കാരണവും നമ്മുടെ ബോഡിയിൽ നിന്ന് ധാരാളം ഈ പറഞ്ഞൊക്കെ ഫ്ലൂയിഡും സോൾട്ടും ഒക്കെ നഷ്ടപ്പെടാനായിട്ടുള്ള കാരണമുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡും ഒക്കെ നഷ്ടപ്പെടാം. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് എന്താ, നമ്മളിപ്പോൾ ഈ പറഞ്ഞൊക്കെ കുഴഞ്ഞു വീഴുന്നോണൊക്കെയും അല്ലെങ്കിൽ അവശത വരുന്ന പോലത്തെയൊക്കെ സിംറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാവാം. ഓക്കെ, പിന്നെ ഇന്നാഡിക്കേറ്റ് ഇൻടേക്ക് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ആസ് വെൽ ആസ് ദോസ് ഹു ആർ ഇൽ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ എന്താണ്, നമ്മുടെ ബോഡിയിൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അസുഖം ഉണ്ടാവുന്നൊരവസ്ഥയിലേക്ക് പോകാം. ഓക്കെ,
ഇനി അടുത്തത് എമൗണ്ട് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. അതായത് ബോഡി ഫ്ലൂയിഡ്സിന്റെ കോമ്പോസിഷൻ, നമ്മുടെ ബോഡിയിൽ എത്രത്തോളമാണ് ഈ പറഞ്ഞ ഫ്ലൂയിഡ്സ് എത്രയാണ്, ഇലക്ട്രോലൈറ്റ്സ് എത്രയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇലക്ട്രോലൈറ്റ്സിൻ്റെത് നമ്മൾ ഇനി ഒരു ടേബിൾ തരുന്നുണ്ട്. ആ ടേബിളിനകത്ത് ഓരോന്നിൻ്റെ നോർമൽ വാല്യൂ, ഇപ്പം സോഡിയത്തിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ്, പൊട്ടാഷ്യത്തിൻ്റെ എത്രയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ടേബിളിൽ പഠിക്കുന്നുണ്ട്. ആ ടേബിൾ ഫുള്ള് നിങ്ങൾ കാണാതെ പഠിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈഹാർട്ടായിട്ട് പഠിക്കണം. അതിൽ നിന്ന് ഓരോന്നിൻ്റെയും വാല്യൂസ്, നോർമൽ വാല്യൂസ് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആ ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ ജനറലായിട്ട് പറയുകയാണ് എന്താണ്, കോമ്പോസിഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. അതായത് നമുക്കറിയാം എബൌട്ട് 60% ഓഫ് ആൻ അഡൾട്ട് ബോഡി വെയിറ്റ് ഈസ് ഫ്ലൂയിഡ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞോണൊക്കെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു അഡൾട്ട് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ ആ ബോഡിയുടെ 60% എന്താണ്, ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഏജ് അല്ലെ, പ്രായം ഒരു ഫാക്ടറാണ്. ജെൻഡർ അല്ലെ, സ്ത്രീകൾ പുരുഷന്മാർ, ജെൻഡർ ഒരു ഫാക്ടറാണ്. അതിലൊക്കെ ബോഡി ഫാറ്റ് ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, യങ്ങർ പീപ്പിൾ, ഏജിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അതായത് കുറച്ചുകൂടെ യങ്ങർ ആയിട്ടുള്ള ആളുകളിൽ എന്താണ്, അവർക്ക് കൂടുതൽ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെക്കാളും. അതുപോലെ തന്നെ നമ്മൾ ജെൻഡറിൻ്റെ കേസിൽ വരുമ്പോൾ സ്ത്രീകളെ അപേക്ഷിച്ചിട്ട് പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ എന്താണ്, അവരുടെ ബോഡിയിൽ ഒരു ഫ്ലൂയിഡ് കണ്ടന്റ് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, ബോഡി ഫാറ്റ്. ബോഡി ഫാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലീൻ ആയിട്ടുള്ളവരുടെ ബോഡിയിൽ എന്തായിരിക്കും, അവർക്കായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ വോളിയം ഓഫ് വാട്ടർ ഉണ്ടാവുക. കാര്യം ഒബീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വണ്ണം ഉള്ളവരുടെ ബോഡിയിൽ എന്തായിരിക്കും, ആ വാട്ടർ കണ്ടന്റിനേക്കാളും കുറച്ചും കൂടി എന്താണ്, അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റിനേക്കാൾ കൂടുതലായിട്ടെന്നല്ല, വാട്ടർ കണ്ടന്റിന്റെ അവിടെ എന്താണ് കുറച്ചും കൂടെ ബോഡി ഫാറ്റ് ആയിരിക്കും വരുന്നത്. അപ്പം അവരുടെ അകത്ത് ക്രമാതീതമായിട്ട് അതനുസരിച്ച് ബോഡി ഫ്ലൂയിഡിന്റെ എമൗണ്ട് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്, എമൗണ്ട് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്, എബൌട്ട് 60% ഫ്ലൂയിഡ് ആണ്. പക്ഷേ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഏജ്, ജെൻഡർ, ബോഡി ഫാറ്റ്. നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചു വെക്കുന്നത് എന്താണ്, എല്ലാവരുടെയും ബോഡി ഫ്ലൂയിഡ് എത്രയാണ്, 60%. അങ്ങനെയല്ല, ഇതിനകത്ത് വ്യത്യാസമുണ്ട് അല്ലെ. യങ്ങർ ആയിട്ടുള്ളവർക്ക് കൂടുതലായിരിക്കും, അതിലൊക്കെ മെന്നിന് കൂടുതലായിരിക്കും, ലീൻ ആയിട്ടുള്ളവർക്ക് കൂടുതലായിരിക്കും അല്ലെ. അപ്പം മറ്റവർക്കൊക്കെ എന്താണ്, ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് അത് കുറവായിരിക്കും, സ്ത്രീകളിലും ഇത് കുറച്ച് കുറവായിരിക്കും. കുറവെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വ്യത്യാസമൊന്നുമല്ല, താരതമ്യേന അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. അതുപോലെ തന്നെ ബോഡി ഫാറ്റ് ഉള്ളവരിലും എന്താണ്, ഫാറ്റിന്റെ കണ്ടന്റ് കുറച്ചും കൂടെ വരുന്നത് കൊണ്ട് അവരുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ്സിന്റെ എമൗണ്ട് കുറവായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ബോഡി ഫ്ലൂയിഡ് ഇസ് ഡിവൈഡഡ് ഇൻടു അല്ലെ. ബോഡി ഫ്ലൂയിഡ് നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം. നമ്മൾ നേരത്തെ കുറെ ടൈപ്പ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് പറഞ്ഞു അല്ലെ. ഇപ്പൊ ബ്ലഡ് ഒരു ബോഡി ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ ലിംഫ് അതെന്താണ്, ഒരു ബോഡി ഫ്ലൂയിഡ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞൊക്കെ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ സെമൻ അല്ലെ, അതൊരു ബോഡി ഫ്ലൂയിഡ് ആണ്. അപ്പം ഇത് കൂടാതെ ബോഡി ഫ്ലൂയിഡിനെ നമുക്ക് ഒരു 2-3 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡും ഉണ്ട്. ഓക്കെ, അപ്പം ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ പേരിൽ തന്നെ ഉണ്ട് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അതായത് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്. എവിടെയാണ് സെല്ലിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡായിട്ട് കിടക്കുന്നത്, നമ്മുടെ സൈറ്റോപ്ലാസം എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് സെല്ലിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലൂയിഡ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കുക, ഇതാണ് ഒരു സെല്ലെന്ന് വിചാരിക്കട്ടെ അല്ലെ. സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ, ബാക്കി സൈറ്റോപ്ലാസം ഉണ്ട്. അപ്പം ഇവിടെ ഉള്ളതാണ് ഏത്, ICF അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മളെന്താ ഇങ്ങനത്തെ കുറേ സെൽസ് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. കുറേ സെൽസ് ഫോം ചെയ്തിട്ടാണ് ടിഷ്യൂസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ സെൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ അല്ലേ, ഐഡന്റിക്കൽ ആയിട്ടുള്ള സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ഭയങ്കര ഒട്ടിയിരിക്കുകയാണ് അല്ലേ. ഇവർ ക്ലോസ് ആണ്, എന്നാൽ പോലും ഇവർക്ക് ഇടയ്ക്ക് എന്താണ്, ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് ഉള്ള സ്പേസ് അല്ലെങ്കിൽ ഈ ഔട്ടർ ദ സെല്ലിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് എന്ത്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ് നമ്മുടെ ടോട്ടൽ ബോഡി ഫ്ലൂയിഡിൻ്റെ എത്ര ശതമാനം വരുന്നത് അല്ലെങ്കിൽ എത്ര പാർട്ട് വരുന്നത്, 2/3 പാർട്ട് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. നേരെ മറിച്ച് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഒക്കെ പിന്നീട് വരുന്നതാണ്. ഓക്കെ, ഇനി വേറൊരെണ്ണമുണ്ട് ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ ഇൻട്രാ സെല്ലുലാറും അല്ലാതെ എക്സ്ട്രാ സെല്ലുലാറും അല്ലാതെ ഈ സെല്ലിൻ്റെയൊക്കെ ലൈനിങ്, ഇപ്പം നമ്മുടെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഐയിലുള്ള ഫ്ലൂയിഡ്. അപ്പം ഇങ്ങനത്തെ ഫ്ലൂയിഡുകളാണ് നമ്മൾ ഈ ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പറയാം ബോഡി ഫ്ലൂയിഡ് ഈസ് ഡിവൈഡഡ് ഇൻടു ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ICF ഉണ്ട്, വിച്ച് മേക്സ് അപ്പ് 2/3 ഓഫ് ദ ടോട്ടൽ ബോഡി ഫ്ലൂയിഡ്. ഓക്കെ, പിന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്, അതിനകത്ത് നമ്മുടെ ഇൻട്രാ വാസ്കുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്, ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ് ഒക്കെ എക്സ്ട്രാ
സെല്ലുലാർ ഫ്ലൂയിഡ്. അതായത് ഇൻട്രാ സെല്ലുലാർ സെല്ലിൻ്റെ ഉള്ളിലുള്ളത്, അതിന് പുറത്തേക്ക് വരുന്നതാണ് ബാക്കിയുള്ള എല്ലാ ഫ്ലൂയിഡ്സും. ഓക്കെ, അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഇൻട്രാ വാസ്കുലർ, ഇൻഡസ്ട്രീഷ്യൽ. ഇനി ട്രാൻസ് സെല്ലുലാർ എന്ന് പറയുമ്പോൾ എന്താണ് അത്? ട്രാൻസ് സെല്ലുലറും ശരിക്കും പറഞ്ഞാൽ എന്താണ്? അത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് തന്നെയാണ്. ഓക്കെ, ദ ഇൻട്രാ വാസ്കുലർ സ്പേസ് കണ്ടെയ്ൻസ് പ്ലാസ്മ. ഇനി ഇൻട്രാ വാസ്കുലർ സ്പേസിനകത്ത് എന്തൊക്കെയുണ്ട് അല്ലെ? നമ്മുടെ വാസ്കുലർ സ്പേസിനകത്ത് എന്തൊക്കെയുണ്ട്? പ്ലാസ്മ ഉണ്ട്. അതിലൊക്കെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് സറൗണ്ട്സ് ദ സെൽ അല്ലെ? ഓരോ സെല്ലിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് കുറച്ച് സ്പേസ് ഉണ്ട്. ആൻഡ് ട്രാൻസ് സെല്ലുലാർ സ്പേസ് ഹോൾഡ് ഫ്ലൂയിഡ്സിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാൽ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സൈനോവിൽ ഫ്ലൂയിഡിനൊക്കെ എന്താണ്? ഇതല്ലാത്ത സ്പേസ് ഹോൾഡ് ചെയ്യുന്നതാണ് ഈ ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പം ഈ ഓർഗൻസിനെയൊക്കെ കവർ ചെയ്തുകൊണ്ടൊക്കെ സെൽസിന്റെ ലൈനിങ് ഇല്ലേ, അതിന്റെ ഇടയ്ക്കായിട്ടായിരിക്കും ഈ ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ് വരുന്നത്. അതും ഏതിൽ ഉൾപ്പെടുന്നതാണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്. ബോഡി ഫ്ലൂയിഡിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തത് ഇൻട്രാ സെല്ലുലാർ ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഉണ്ട്. ഇൻട്രാ സെല്ലുലാർ സെല്ലിന്റെ അകത്തുള്ളതും അതിന് പുറത്തുള്ളതെല്ലാം ഏതാണ്? എക്സ്ട്രാ സെല്ലുലാറിൽ വരും. ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് 2/3 ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലാണ് നമ്മുടെ ഇൻട്രാ വാസ്കുലർ, ഇൻഡസ്ട്രീഷ്യൽ, അതൊക്കെ ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ട്രാൻസ് സെല്ലുലാർ എന്ന് പറയുമ്പം ഓർത്ത് വെക്കാം, ഒരു സ്പേസ് ആണ് അല്ലെ? അതായത് ഇപ്പം നമ്മുടെ പ്രധാനമായിട്ട് ഇപ്പോൾ പ്രൊട്ടക്റ്റീവായിട്ടൊക്കെ കാണപ്പെടുന്ന ആ ഒരു സ്പേസിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ്. ഇപ്പൊ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ? അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെറിബ്രത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ആ ഒരു ഫ്ലൂയിഡ് ആണ്. ആ ഒരു കുഷനിങ് ഇഫക്റ്റ് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന അല്ലെ, ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്ന ഫ്ലൂയിഡ് ആണ്. ഇത് ഏതിൽ വരുന്നതാണ്? ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഫ്ലൂയിഡ് ഷിഫ്റ്റ് ബിറ്റ്വീൻ കമ്പാർട്ട്മെന്റ്സ് ടു മെയിൻറ്റെയിൻ ബാലൻസ് അല്ലേ? അതായത് ഫ്ലൂയിഡ്സ് ഈ പറഞ്ഞൊക്കെ ഇൻട്രാ സെല്ലാറായിട്ടോ എക്സ്ട്രാ സെല്ലാറായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കും. കാര്യം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ഇപ്പം എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മുടെ നോർമലായിട്ടുള്ള ബോഡി മെറ്റബോളിസം അല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള ബോഡി ഫങ്ഷന് എന്തെങ്കിലും തകരാറ് വരുന്ന സമയത്ത് അവിടെ ഒരു തേർഡ് സ്പേസിങ് ഉണ്ടാവും. അപ്പം അവിടെ ഒരു തേർഡ് സ്പേസിങ് വരുന്ന സമയത്ത്, അതായത് ഈ പറഞ്ഞ കണക്ക് നോർമലായിട്ടുള്ള ബോഡിയിൽ എന്താണ് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഫ്ലൂയിഡ്സ് തമ്മിലുള്ള ഷിഫ്റ്റിംഗ് ഒക്കെ കാണുന്ന ഒരു ബാലൻസ് നടക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത് അവിടെ ഒരു തേർഡ് സ്പേസിങ് വരും. ആ തേർഡ് സ്പേസിങ്ങിലേക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഫ്ലൂയിഡ്സ് മൂവ് ചെയ്തു പോകും. ഈ ഇങ്ങനെ മൂവ് ചെയ്താൽ തേർഡ് സ്പേസിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡിനെ നമ്മുടെ ബോഡിക്ക് മേക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ബോഡിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ തേർഡ് സ്പേസിങ് സൈൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ അസൈറ്റിസ് എന്നൊക്കെ പറയത്തില്ലേ, അസൈറ്റിസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ ഒക്കെ കളക്ഷൻ വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സിമ്പിളായിട്ട് പറയുമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബേൺ ഉണ്ടായി അല്ലേ, ബേൺ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ബ്ലിസ്റ്റർ ഫോം ചെയ്യുന്നു. അവിടേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ ഒരു ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ വരുന്നു. അത് ഈ ഒരു ഫ്ലൂയിഡിനെ നമ്മുടെ ബോഡിക്ക് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ മേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഓക്കെ, അതൊരു തേർഡ് സ്പേസിങ്ങിൻ്റെ ഉള്ളൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ തേർഡ് സ്പേസിങ് സയൻസിൻ്റെ സയൻസ് ആണ്. അല്ലെങ്കിൽ തേർഡ് സ്പേസിങ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിൻ്റെ ഒരു വേറൊരു പാർട്ടിലേക്ക് മൂവ് ചെയ്ത് അത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സയൻസിൽ വരുന്നതാണ്. ഇപ്പോൾ ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് അല്ലേ, നമുക്ക് നോർമലായിട്ടുള്ള ഒരു യൂറിൻ ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നു? അവിടെ ഇങ്ങനെ ഒരു തേർഡ് സ്പേസിങ് വരുന്ന സമയത്ത് യൂറിൻ്റെ ഔട്ട്പുട്ട് കുറയുന്നു. ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും. ഓക്കെ, അതിലൊക്കെ ലോ ബ്ലഡ് പ്രഷർ, അതായത് നമ്മുടെ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും? ലോവർ ചെയ്യും. ഇനി എഡിമ ഉണ്ടാവും അല്ലേ, നമ്മൾ പറയത്തില്ല ഇങ്ങനെ ഈ വീക്കം എന്നൊക്കെ പറയത്തില്ല, അതായത് ഇങ്ങനെ വീർത്തിരിക്കുന്ന അവസ്ഥ, എഡിമ ഉണ്ടാവും. ഫ്ലൂയിഡ്സിൻ്റെ ഇംബാലൻസ് ഉണ്ടാവും. ഓക്കെ, ഈ പറഞ്ഞൊക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ നമ്മൾ ബേൺസിൽ പറഞ്ഞ പോലത്തെ ബേൺസിനകത്തൊക്കെ എന്താണ് ഈ ഫ്ലൂയിഡ്സിൻ്റെ ഒക്കെ ഇംബാലൻസ് അല്ലെങ്കിൽ തേർഡ് സ്പേസിങ് ഉണ്ടാവുന്നുണ്ട്. അതിലൊക്കെ അസൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കിങ്ങനെ നമ്മളിങ്ങനെ വയറൊക്കെ ഇങ്ങനെ വീർത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അതുപോലെ തന്നെ പെരിറ്റോണൈറ്റിസ്, അതിലൊക്കെ എന്താണ് ഈ ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം തേർഡ് സ്പേസിങ്ങിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇതിൻ്റെ സയൻസ് ആയിട്ട് വരുന്നതാണ് എന്ത്? ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ട്, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഉണ്ട്, അതിലൊക്കെ ലോ ബ്ലഡ് പ്രഷർ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പാർട്ട്മെന്റ്സ് തമ്മിലൊരു ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡിസ്റപ്ഷൻ വരുമ്പോഴാണ് അവിടെ ഒരു തേർഡ് സ്പേസിങ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോലൈറ്റ്സ് ആണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? കെമിക്കൽസ് ആണ്. പ്രധാനമായിട്ടും എന്താണ്? മിനറൽസ് ആണ് അല്ലെ. ഈ പറഞ്ഞ നമ്മുടെ കാൽഷ്യം ആയാലും മഗ്നീഷ്യം ആയാലും ഒക്കെ എന്താണ്? മിനറൽ ഫോംസിലൊക്കെ സാധനങ്ങളാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് വേണ്ട അല്ലെങ്കിൽ ബോഡിയിലെ പല ഫങ്ഷൻസും പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടുന്ന ആക്റ്റീവായിട്ടുള്ള കെമിക്കൽസ് ആണ് ഈ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് കാറ്റയോൺസ് എന്നും ഡിവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് ആനയോൺസ് എന്നും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കാറ്റയോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമുക്കറിയാം അല്ലേ, കാറ്റയോൺസ് എന്ന് പറയുമ്പം
കാറ്റ്, ഇവിടെ എന്താണ് ഒരു ടി എന്നിടുമ്പോൾ ഒരു പ്ലസ് സൈൻ ഇല്ലേ, അപ്പം ഇതെല്ലാം പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് കാറ്റയോൺസ് പറയുന്നത് അല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സോഡിയം പ്ലസ് അല്ലേ, സോഡിയം എന്ന് പറയുന്നത് എന്താണ് Na+ ആണ്. Na+ എന്ന് പറയുമ്പോൾ കാറ്റയോൺ ആണ്. ഇനി അടുത്ത് എന്താണ് മഗ്നീഷ്യം. മഗ്നീഷ്യം എന്താണ് 2+ ആണ് അല്ലേ, കാറ്റയോൺ ആണ്. അതിലൊക്കെ കാൽഷ്യം എന്താണ് 2+ ആണ്, കാറ്റയോൺ ആണ്. ഈ പ്ലസ് വരുന്ന എല്ലാം എന്താണ് കാറ്റയോൺസ് ആണ്. ഇപ്പോൾ സോഡിയം ആയാലും മഗ്നീഷ്യം ആയാലും കാൽഷ്യം ആയാലും പൊട്ടാഷ്യം ആയാലും എല്ലാം പ്രധാനപ്പെട്ട എന്താണ് കാറ്റയോൺസ് ആണ്. ഇനി ഇതുപോലെ തന്നെ ആനയോൺസ് ഉണ്ട്. ആനയോൺസ് എന്ന് പറയുമ്പോൾ എന്താണ് നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ക്യാരിയിങ് ആയിട്ടുള്ള ഈ കെമിക്കൽസിനെയാണ് ആനയോൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാമെങ്കിൽ പറ്റി നമ്മൾ ക്ലോറൈഡ് അല്ലെ, Cl- എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു ആനയോൺ ആണ്. അതുപോലെ തന്നെ ബൈകാർബണേറ്റ്, ഇനി അടുത്ത ഫോസ്ഫേറ്റ്, ഇനി അടുത്ത സൾഫേറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീനേറ്റ്, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആനയോൺസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റ്സ് എല്ലാം എന്താണ് നമ്മുടെ ബോഡിയുടെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ്ങിന് റിക്വയർഡ് ആയിട്ടുള്ള കെമിക്കൽ എലിമെന്റ്സ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കാറ്റയോണും ഉണ്ട് ആനയോണും ഉണ്ട്. കാറ്റയോൺസിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ആനയോൺസിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി അടുത്ത ഈ ഇലക്ട്രോലൈറ്റ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നു അല്ലേ, നമ്മുടെ ഇപ്പോൾ സോഡിയത്തിൻ്റെ നോർമൽ എത്രയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്രയാണ്, ഒരു 120 to 140 എത്രയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, മില്ലി ഇക്വലൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രോലൈറ്റ്സിന്റെ കോൺസെൻട്രേഷനെ മെഷർ ചെയ്യുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ പറയുന്നത് മില്ലി ഇക്വലൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്മോൾ എം ക്യാപിറ്റൽ ഇ സ്മോൾ ക്യൂ എന്ന് പറയുന്നതാണ് എന്ത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് പെർ ലിറ്റർ. അതുകൂടെ ആലോചിക്കണം കേട്ടോ, MEQ പെർ ലിറ്റർ. അപ്പം ഇതാണ് എന്ത്, നമ്മളിപ്പോൾ സോഡിയം പോയി മെഷർ ചെയ്തു അല്ലേ, നമ്മൾ സോഡിയത്തിന് മെഷർ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നു എനിക്ക് 135 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ഓഫ് എന്താണ് സോഡിയമാണ് ഉള്ളതെന്ന് പറയും അല്ലേ, റിഫ്ലക്റ്റിംഗ് കെമിക്കൽ ആക്ടിവിറ്റി റാദർ ദാൻ ദ വെയിറ്റ്. അപ്പം ഈ ഒരു മില്ലി ഇക്വലൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒന്ന് ആലോചിക്കുക, മില്ലി ഇക്വലൻസ് ആണ്, അതായത് ഇതിന് ഇത്രത്തോളം പെർ ലിറ്ററിൽ ഇത്ര വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റിനേക്കാൾ ഉപരി എന്താണ് അതിൻ്റെ ഒരു കെമിക്കൽ ആക്ടിവിറ്റീനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇലക്ട്രോലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഡിഫേഴ്സ് ബിറ്റ്വീൻ ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡ് ആൻഡ് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ്. നമുക്കറിയാം ഇപ്പോൾ ഒരു സെല്ല് എടുക്കുന്നു അല്ലേ, ഇപ്പോൾ സെല്ലിൻ്റെ അകത്തുള്ളതാണ് ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡ്, സെല്ലിൻ്റെ പുറത്തുള്ളതാണ് ഏത് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ്. അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രോലൈറ്റ്സ് എന്താണ് സെല്ലിൻ്റെ അകത്തും സെല്ലിൻ്റെ പുറത്തും എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഇലക്ട്രോലൈറ്റ്സിൻ്റെ അത്രയും ആയിരിക്കും പുറത്തുള്ളത് അല്ല അല്ലേ. അപ്പം ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ട്, അതായത് സെൽസിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലുള്ള ഇലക്ട്രോലൈറ്റ്സിലും പുറത്തുള്ള ഇലക്ട്രോലൈറ്റ്സിലും തമ്മിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഡിസ്ട്രിബ്യൂഷനിൽ പറയണൊക്കെ എന്താണ്, ഇപ്പോൾ കാൽഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കുറവാണ്, പക്ഷേ അകത്തേക്ക് ഒരു കാൽഷ്യത്തിന് എന്താ ഒരു ഇൻഫ്ലക്സ് വരാം അല്ലെ, പറയണൊക്കെ ഒരു ഇഞ്ചുറി ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എന്താണ് ഈ പറയണൊക്കെ ഒരു നമ്മുടെ ടിഷ്യൂവിൽ ഒരു ഇൻഫ്ലമേഷനോ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സെൽ ഡാമേജ് സംഭവിക്കുന്ന സമയത്ത് കാൽഷ്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് അകത്തേക്ക് വരികയും എന്ത് ചെയ്യുന്നു അകത്തുള്ള ആ ഒരു കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കൂടുകയും ചെയ്യും. അപ്പം എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ ഒരു ഡീറേഞ്ച്മെൻറ്റ് വരുന്ന സമയത്ത് ഈ പറഞ്ഞോണൊക്കെ അകത്തുള്ളതും പുറത്തുള്ളതിലേക്ക് വേരിയേഷൻ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് അടുത്തൊരു പോയിന്റ് എന്താണ്, സോഡിയം ഈസ് ദ ഡോമിനന്റ് കാറ്റയോൺ ഇൻ എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ്. അതായത് ഓർത്തു വെക്കുക, നമ്മുടെ ECFൽ ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡിൽ എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിലുള്ള ഡോമിനന്റ് ആയിട്ടുള്ള കാറ്റയോൺ ഏതാണ്, അത് സോഡിയമാണ് കേട്ടോ. സോഡിയമാണ് ഡോമിനന്റ് കാറ്റയോൺ ഇൻ എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ്, സെല്ലിന്റെ ഉള്ളിലല്ല സെല്ലിന്റെ പുറത്ത്. ആൻഡ് ഇറ്റ് റെഗുലേറ്റ്സ് ദ ഫ്ലൂയിഡ് വോളിയം. ഇതാണ് എന്ത് ഫ്ലൂയിഡിന്റെ ആ ഒരു വോളിയത്തിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, ഇനി അടുത്ത വരുമ്പോൾ ഏതാണ്, അടുത്ത വരുന്നത് പൊട്ടാഷ്യം ഉണ്ട് ഫോസ്ഫേറ്റും ഉണ്ട്. ഇത് രണ്ടും എന്താണ്, ഇതാണ് നമ്മുടെ ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. എന്താണ്, ഇതാണ് നമ്മുടെ സെല്ലിനകത്ത് എന്ത് ന്യൂക്ലിയസ്, ഇത് ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡ് ഉണ്ട്. ഇവിടെ ആരൊക്കെ ഉണ്ട്, പൊട്ടാസ്യവും ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് അല്ലെ PO4- ഫോസ്ഫേറ്റും ഉണ്ട്. ഇതെന്താണ്, ഇതാണ് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ആരാണ്, സോഡിയമാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സോഡിയമാണ് പ്രധാനമായിട്ടും ഫ്ലൂയിഡ്സിൻ്റെയൊക്കെ ഒരു ബാലൻസിനെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള കാറ്റയോൺ ഏതാണ്, സോഡിയമാണ്. പക്ഷേ അകത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ആരാണുള്ളത്, സെല്ലിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പൊട്ടാസ്യവും ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫേറ്റും ഉണ്ട്. ഓക്കെ.
അടുത്ത എന്താണ്, ദ ബോഡി ടൈറ്റ്ലി കൺട്രോൾസ് പൊട്ടാഷ്യം ലെവൽസ്. ബോഡി എന്താണ്, നമ്മുടെ പൊട്ടാഷ്യത്തിന്റെ ലെവൽസിനെ ടൈറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാര്യം ഒരുപാട് ലാർജ് റിലീസിൽ പൊട്ടാഷ്യം ബോഡിയിലേക്ക് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അതായത് ഈ പറഞ്ഞോണൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കിഡ്നിയുടെയൊക്കെ ഫംഗ്ഷനെ അത് തകരാറിലാക്കാനായിട്ട് കാരണമാകും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും, അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ഈ തമിഴ്നാട്ടിലൊക്കെയുള്ള ചില ഏരിയാസിൽ ഈ കുറച്ച് കിഡ്നിക്കൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള, പൊതുവേ നമുക്ക് പ്രായമാവും തോറും എല്ലാ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എല്ലാ ബോഡി ഫംഗ്ഷൻസ് കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകൾക്ക് ഇവരെന്ത് കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എമൗണ്ടിൽ കരിക്കിൻ്റെ വെള്ളം കൊടുക്കും. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താണ്, പൊട്ടാഷ്യം കൂടുതലാണ്. അപ്പം ഓൾറെഡി വീക്കെൻഡ് ആയിട്ടുള്ള അവസ്ഥയിലുള്ള ഒരാളാണ്, പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ കിഡ്നിക്കൊക്കെ കുറച്ച് കംപ്ലൈൻറ്റും കൂടി ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും എമൗണ്ട് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പൊട്ടാഷ്യം ചെല്ലുമ്പോഴത്തേക്ക് കിഡ്നിയുടെ ഫംഗ്ഷൻ അവിടെ തകരാറിലാവും. ഓക്കെ, അങ്ങനെ കിഡ്നി ഫംഗ്ഷൻ തകരാറിലായിട്ട് ഇവർ പെട്ടെന്ന് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പം ഇങ്ങനെ ചെയ്യാനായിട്ട്, അതായത് പ്രായമായവരൊക്കെ നോക്കാൻ പറ്റാത്തതിന് വേണ്ടി അവിടെ ഉള്ളവർ ചെയ്യുന്ന ഒരു ഇതാണ് എന്ന രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അതൊരു സിനിമയ്ക്കകത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്, ഇപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം അങ്ങനെ ലാർജ് എമൗണ്ടിൽ നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യുമെങ്കിൽ അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും പൊട്ടാസ്യത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെ ഒരു ലെവൽ അല്ലെങ്കിൽ ബാലൻസ് എപ്പോഴും ബോഡി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഒരു ട്രോമ പോലത്തെ ഒരു സിറ്റുവേഷനൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞൊക്കെ സെൽസ് ഒക്കെ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സെൽസിനകത്തുനിന്ന് ലാർജ് എമൗണ്ട് ഓഫ് പൊട്ടാഷ്യം റിലീസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാം. പക്ഷേ അല്ലാത്ത പക്ഷം എന്താണ്, സോഡിയം പൊട്ടാസ്യം തമ്മിലുള്ള ഒരു ബാലൻസ് നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് വഴി കറക്റ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ ഈ ഫ്ലൂയിഡ്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടൊക്കെ നടക്കുന്ന ഏറ്റവും ബേസ് ലെവൽ എവിടെയാണ്, നമ്മുടെ ബ്ലഡ് വെസൽസിൽ തന്നെ ഏറ്റവും ചെറിയ കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള ക്യാപ്പിലറീസും ടിഷ്യൂസും തമ്മിലാണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാപ്പിലറീസിൻ്റെയും ടിഷ്യൂസിൻ്റെയും ഇടയ്ക്ക് ഈ ഫ്ലൂയിഡ്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ്, രണ്ട് പ്രഷർ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും ഉണ്ട്, ഒന്ന് ഓസ്മോട്ടിക് പ്രഷറും ഉണ്ട്. ഓക്കെ, അപ്പം ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് നമ്മളിനി പറയുന്നുണ്ട്. അതായത് ഈ പറഞ്ഞൊക്കെ, അതായത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് കുറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ഹൈ ഉള്ള ഒരു സ്ഥലത്തിലേക്ക് പോകുന്നു. അതായത് വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ട് ഉള്ളിടത്തു നിന്ന് അത് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു അല്ലേ. ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ എന്താണ്, ഇപ്പം നമ്മുടെ ഇപ്പം മാങ്ങ ഉപ്പിലിടുന്ന ഒരു സംഭവം തന്നെ പറയും. ഇപ്പം ഇതാണ് നമ്മുടെ കണ്ണിമാങ്ങ എന്ന് വെക്കുക. അപ്പോൾ ഇതിനകത്ത് എന്താണ്, സോൾട്ട് വാട്ടറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും, വെള്ളം ഇവിടെ നിന്ന് അകത്തേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് കണ്ണിമാങ്ങ ഒന്ന് വീർത്ത് വരത്തില്ലേ. ഓക്കെ, അപ്പം അതൊരു ഓസ്മോസിസിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളായിട്ട് പറയാം. അപ്പം അങ്ങനത്തെ ഒരു ഓസ്മോട്ടിക് പ്രഷർ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഈ ക്യാപ്പിലറീസിൻ്റെ ടിഷ്യൂസിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പോയിന്റ് പറയുന്നത്, നമുക്കറിയാം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ എന്തുണ്ടെന്ന് പറഞ്ഞു, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സിനെ ക്യാരി ചെയ്യാമെന്ന് മാത്രമല്ല, പിന്നെന്താണ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എൻസൈംസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഹോർമോൺസിനെ, ഈ എൻസൈംസും ഹോർമോൺസും ഒക്കെ നമ്മുടെ ബോഡിയുടെ പല ഫംഗ്ഷൻസിനും റിക്വയർഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ബയോളജിക്കൽ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കോമ്പോണൻസ് ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ്, WBC, ഇതിനൊക്കെ ക്യാരി ചെയ്യാനായിട്ട് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ECF ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ റെഗുലേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ് കമ്പാർട്ട്മെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള അതിനകത്തുള്ള ഫ്ലൂയിഡ്സും ഇലക്ട്രോലൈറ്റ്സിനെയൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് ടേമാണ് ഓസ്മോസിസും ഓസ്മോളാരിറ്റിയും. ഓക്കെ, ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ നേരത്തെ അല്ലെ മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് വെള്ളം അകത്തേക്ക് കയറുന്നു അല്ലെ. അപ്പോൾ അവിടെ എന്താണ്, ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ അക്രോസ് എ മെംബ്രെയിൻ ഫ്രം എ ലോ ടു എ ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ അണ്ടിൽ ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് അല്ലെ. അതായത് എന്ത് സംഭവിക്കുന്നു, അതായത് ഒരു ലോ ടു ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഉള്ളിടത്തേക്ക് വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നു. അതാണ് ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുന്നിടം വരെ അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ സൊല്യൂഷനകത്ത് ഇവിടെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഇപ്പം എന്താണ്, വാട്ടറിൻ്റെ കണ്ടന്റ് ഇപ്പോൾ ഒരു 20% ഉണ്ടെന്നിരിക്കട്ടെ, പുറത്ത് എന്താണ് ഒരു 100% ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഈ അകത്തും പുറത്തും ഉള്ള ആ ഒരു ബാലൻസ് ഈക്വൽ ആകുന്നിടം വരെ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ നടക്കും. ആ ഒരു ഇതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്
എങ്ങനെയാണ് മൂവ്മെന്റ് നടക്കുന്നത്? ലോ ടു ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ അല്ലെ, അതായത് നമ്മുടെ വാട്ടർ കണ്ടന്റ് കുറവുള്ളിടത്ത് നിന്ന് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളിടത്തേക്ക് എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ടുള്ളിടത്തേക്ക് നമ്മൾ, അതായത് സൊല്യൂട്ട് കൂടുതലുള്ളിടത്തേക്ക് നമ്മുടെ ആ ഒരു വാട്ടറിന്റെ മൂവ്മെന്റ് നടക്കുന്നു അല്ലെ. അപ്പം അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസ്മോസിസ് എന്ന് പറയുന്നത്. അത് ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുന്നതിന് വരെ, രണ്ടിടത്തും ഒരുപോലത്തെ ആ ഒരു ബാലൻസ് ആവുന്നതിനും വരെ ആ ഒരു മൂവ്മെന്റ് നടക്കും. ഓക്കെ, ദിസ് പ്രോസസ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് ഡിസോൾഡ് പാർട്ടിക്കിൾസ് വിച്ച് ഡിറ്റർമിൻ ദ ഓസ്മോളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പൊ സോൾട്ട് വാട്ടറിന്റെ കേസിൽ അവിടെ എന്താണ് ആ ഒരു ഡിസോൾഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, സോൾട്ട് ആണ് എന്ന് പറയുന്നതൊക്കെ. അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ എന്താണ് ഈ ഡിസോൾഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും എന്താണ് ഈ മിനറൽ സബ്സ്റ്റൻസുകളൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞോണൊക്കെ നമ്മുടെ ഇപ്പൊ ഈ സോഡിയം പൊട്ടാസ്യം പോലത്തെ ഇലക്ട്രോലൈറ്റ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ആ ഒരു സൊല്യൂഷന്റെ ഓസ്മോളാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനിൽ എന്താണ് ആ ഒരു ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യുന്ന അതിന്റെ നമ്പർ അനുസരിച്ചിട്ടാണ്. ഓക്കെ, ആൻഡ് ഇൻഫ്ലുവൻസസ് ദ ഫ്ലൂയിഡ് മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ അവിടെയാണ് ഓസ്മോസിസും ഓസ്മോളാലിറ്റിയും പറയുന്നത്. ഇനി ടോണിസിറ്റി ഉണ്ട്. ടോണിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് refers to the ability of the solutes to drive water movement. അതായത് നമ്മൾ ഈ പറഞ്ഞോണൊക്കെ ഈ സൊല്യൂട്ട്സ്, അപ്പൊ ഇവിടെ പറയുമ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ആണ്. അപ്പൊ ആ ഇലക്ട്രോലൈറ്റ്സിന് വാട്ടർ മൂവ്മെന്റിനെ ഡ്രൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ആ ഒരു പവർ ഉണ്ട്, അതിന്റെ ഒരു എബിലിറ്റി, അതിനെയാണ് നമ്മൾ ടോണിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതായത് ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് കൂടുതലുള്ളൊരു സൊല്യൂഷൻ ആണ്. ഹൈപ്പോ ടോണിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, സൊല്യൂട്ട് കുറവുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൂയിഡ് കൂടുതലുള്ള സൊല്യൂഷൻ ആണ്. അപ്പോൾ ആ ഒരു ടോണിസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, വാട്ടറിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ സൊല്യൂട്ട് ടു ഡ്രൈവ് വാട്ടർ മൂവ്മെന്റ് അഫക്റ്റിംഗ് സെല്ലുലാർ ഹൈഡ്രേഷൻ ആൻഡ് സൈസ് അല്ലെ. അപ്പൊ ഈ ഒരു ടോണിസിറ്റി അനുസരിച്ചിട്ടാണ് ഒരു സെല്ലിന്റെ ഉള്ളിലേക്കുള്ള ഹൈഡ്രേഷനെ, അതുപോലെ തന്നെ സെല്ലിന്റെ സൈസിനെയൊക്കെ, കാര്യം ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ടല്ലേ ഇതിനകത്തൊക്കെ വേരിയേഷൻ വരും. അപ്പം ഇതിനെ എന്ത് ഫാക്ടർ അഫക്ട് ചെയ്യുന്നുണ്ട്, ടോണിസിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇഫക്റ്റീവ് ഓസ്മോൾസ് സച്ച് ആസ് സോഡിയം, ഗ്ലൂക്കോസ് ആൻഡ് മാനിറ്റോൾ. ഓക്കെ, അപ്പൊ ടോണിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതായത് സൊല്യൂട്ടിന്റെ ആ ഒരു എബിലിറ്റിയാണ്, വാട്ടറിന്റെ മൂവ്മെന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യാനുള്ള സൊല്യൂട്ടിന്റെ എബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇഫക്റ്റീവ് ഓസ്മോൾസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു സൊല്യൂട്ടാണ്, ഓസ്മോട്ടിക് ആ ഒരു മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ആ സൊല്യൂട്ട് തന്നെയാണ് ഓസ്മോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ പറയുന്നത് ഏതാണ്, സോഡിയം ഉണ്ട്, അതുപോലെ ഗ്ലൂക്കോസ്, മാനിറ്റോൾ, ഇതെല്ലാം എന്താണ് ഈ ഓസ്മോൾസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഈ ഓസ്മോസിസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കീ ടേംസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിന്റെ മൂവ്മെന്റിനെ അല്ലെ, അതായത് ഇപ്പം ഈ വാട്ടർ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഹയർ കോൺസെൻട്രേഷൻ സൊല്യൂഷനിൽ നിന്ന് ലോവറിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അതാണ്. അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ പ്രഷർ, അതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓസ്മോട്ടിക് പ്രഷർ പ്രോട്ടീൻസ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. പ്രോട്ടീൻസ് ലൈക്ക് ആൽബുമിൻ. അതായത് നമ്മൾ ഇവിടെ ഏതാണ്, ഇവിടെ നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അല്ലെങ്കിൽ വാട്ടർ ആണ് ആ ഒരു വാട്ടർ മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യാനൊരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതിന് നമ്മൾ അതിനെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയും. ഇനി ആ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് വാട്ടറിന് പകരം ഒരു പ്രോട്ടീൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽബുമിൻ പോലത്തെ ഒരു പ്രോട്ടീനാണ് എക്സേർട്ട് ചെയ്യുന്നതിന് നമ്മൾ അതിനെ ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറയും. ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറയും. ഓക്കെ, ഇനി ഓസ്മോട്ടിക് ഡയൂറസിസ് ഉണ്ട്. ഓസ്മോട്ടിക് ഡയൂറസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇപ്പം ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്ക് കേട്ടിട്ടില്ല, അതായത് ഡയബറ്റിക്സ് ഒക്കെ കൂടുന്ന സമയത്ത് എന്താണ്, അവരുടെ യൂറിനിലൂടെ ഗ്ലൂക്കോസ് പോകുന്നുണ്ട് അല്ലെ, ഗ്ലൂക്കോസ് എക്സ്ക്രീറ്റഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അവരുടെ കേസിൽ ഇപ്പം യൂറിന്റെ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും അല്ലെ, നമ്മൾ പോളിയൂറിയ, പോളിഡിപ്സിയ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ല. അപ്പം യൂറിന്റെ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. അപ്പം യൂറിന്റെ ഔട്ട്പുട്ട് കൂടുതലാവാനുള്ളൊരു കാരണം എന്താണ്, ഈ ഗ്ലൂക്കോസ് അവിടെ കൂടുതലായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. അപ്പം ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ഡ്യൂ ടു സബ്സ്റ്റൻസസ് ലൈക്ക് ഗ്ലൂക്കോസ് ഓർ മാനിറ്റോൾ ബീങ് എക്സ്ക്രീറ്റഡ്, അതിനെയാണ് എന്ത് നമ്മൾ ഓസ്മോട്ടിക് ഡയൂറസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഓസ്മോട്ടിക് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ആ ഒരു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ മാനിറ്റോള് കൂടുതലായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു, അതിനോടൊപ്പം യൂറിനും കൂടി ഔട്ട്പുട്ട് കൂടുന്നു, അതാണ് എന്ത് ഓസ്മോട്ടിക് ഡയൂറസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ പറഞ്ഞു, ഓങ്കോട്ടിക് പ്രഷർ പറഞ്ഞു, ഓസ്മോട്ടിക് ഡയൂറസിസ് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു
ഇലക്ട്രോലൈറ്റ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രാൻസ്ഫറോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേമാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അല്ലെ ഇപ്പം നമുക്കറിയാം വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ നമ്മളിപ്പോൾ ഒരു മുറിയുടെ കോർണറിൽ നമ്മളൊരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചു അല്ലേ. അപ്പം എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു മുറിയിൽ ഇപ്പോൾ ഇവിടെയാണ് ഞാൻ ആ ഒരു തിരി കത്തിച്ച് വെച്ചത്, ഞാൻ ആ ഒരു കോർണറിൽ നിൽക്കുകയാണ്. അപ്പം എവിടെയായിരിക്കും കൂടുതലായിട്ട് ആ ഒരു മണം അനുഭവപ്പെടുക? ഇവിടെ ആയിരിക്കും മണം അനുഭവപ്പെടുക. അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താണ്, ആ ഒരു മണം കുറഞ്ഞു വരും. കാര്യം എന്തുകൊണ്ടാണ്? കാര്യം ഇവിടെയാണ് അത് കൂടുതലായിട്ടും ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഏരിയ ഓഫ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകാനുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ ടെൻഡൻസിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടെ ഞാനൊരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചപ്പോൾ ഇവിടെയല്ലേ എനിക്ക് എൻ്റെ മണം കിട്ടേണ്ടത്, അവിടെ നിൽക്കുമ്പോഴും എനിക്ക് ആ മണം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് കിട്ടുന്നു? കാര്യം ഇവിടെ ഉള്ള ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ അല്ലെങ്കിൽ ആ മണത്തിൻ്റെ മോളിക്യൂള് ഈ എയറിലൂടെ ഡിഫ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവിടേക്ക് എത്തി. അതുകൊണ്ടല്ലേ എനിക്ക് മണം കിട്ടിയത്? അതെ അല്ലേ. അപ്പം ഡിഫ്യൂഷൻ ഈസ് ദ നാച്ചുറൽ ടെൻഡൻസി ഓഫ് എ സബ്സ്റ്റൻസ് ടു മൂവ് from an area of higher concentration to one of the lower concentration. Okay, it occurs throughout the random movement of ions and molecule. എങ്ങനെയാണ് അല്ലെ, റാൻഡമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഈ പറഞ്ഞൊക്കെ എന്താണ്, നമ്മുടെ മോളിക്യൂൾസ് ഇരിക്കുകയാണ്. ഈ മോളിക്യൂൾസ് ഇവിടെ നിന്ന് ഇങ്ങനെ റാൻഡമായിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെന്താണ്, ഇത് ഡിഫ്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ഡിഫ്യൂഷൻ ആർ ദ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ദ പൾമണറി ക്യാപ്പിലറീസ്. അപ്പം ഈ ഡിഫ്യൂഷൻ കൂടുതലായിട്ട് നടക്കുന്നത് ഈ ഗേഷ്യസ് സബ്സ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗേഷ്യസ് മോളിക്യൂൾസിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റിനെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് എപ്പോഴും പറയുന്നത്. അപ്പം examples of diffusion are the exchange of oxygen and carbon dioxide between the pulmonary capillaries and alveoli. അല്ലെ, alveoli എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ലങ്സിൻ്റെ അല്ലെ പൾമണറി കാപ്പിലറീസിനൊക്കെ ചെന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ആൽവിയോളെ അല്ലെ, നമ്മുടെ ബ്രോങ്കസ് ഉണ്ട്, ബ്രോങ്കിയോൾസ് ഉണ്ട്, ബ്രോങ്കിയോൾസ് എന്ന് എൻഡ് ചെയ്യുന്നത് ആൽവിയോളയാണ്, നമ്മുടെ ചെറിയ ആ ഒരു ബലൂൺ ലൈക്ക് സ്ട്രക്ചർ അല്ലെ. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, നമ്മുടെ കാപ്പിലറീസ് ഉണ്ട്. അപ്പോൾ ഈ കാപ്പിലറീസും ഈ ആൽവിയോളയും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അല്ലെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ്, ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. ആൻഡ് ദ ടെൻഡൻസി ഓഫ് സോഡിയം ടു മൂവ് ഫ്രം എക്സ്ട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റ് വെർ ദ സോഡിയം കോൺസെൻട്രേഷൻ ഈസ് ഹൈ ടു ദി ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റ് വെർ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഈസ് ലോ അല്ലെ. അപ്പം അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ഒരു ലിക്വിഡ് മീഡിയമാണ്. അപ്പം എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിലും ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡും അല്ലേ. അപ്പോൾ എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിലാണ് സോഡിയം കൂടുതലായിട്ടുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു ഡിഫ്യൂഷൻ വഴി നമ്മുടെ സോഡിയത്തിന് ECFൽ നിന്ന് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിൽ നിന്നും അകത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്, ഈ പറഞ്ഞ ഓസ്മോസിസ് ആയാലും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആയാലും ഡിഫ്യൂഷൻ ആയാലും ഇതെല്ലാം നമ്മുടെ കമ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിൻ്റെയൊക്കെ ബാലൻസ് അല്ലെ, ബാലൻസിനകത്ത് വ്യത്യാസം വരുത്താൻ കാരണമായിട്ടുള്ള മൂവ്മെൻറ്റുകളാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻ ദ കാപ്പിലറീസ് വിച്ച് ടെൻഡ് ടു ഫിൽട്ടർ ഫ്ലൂയിഡ് ഔട്ട് ഓഫ് ദ വാസ്കുലാർ കമ്പാർട്ട്മെന്റ് ഇൻ ടു ദ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് അല്ലെ. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇപ്പം ചായ ഇടുന്നു അല്ലെ, ചായ ഇടുമ്പം ചായക്കകത്ത് ആ ഒരു തേയിലപ്പൊടിയുണ്ട്. അപ്പം നമ്മൾ വെറുതെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചായ അതിനകത്തോട് അരിച്ച് വരുമോ? ഇല്ല. നമ്മളത് എന്ത് ചെയ്യുന്നു, നമ്മളതിന് പൊക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആ ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിനൊട്ട് അരിച്ച് കിട്ടും അല്ലേ. അപ്പം നമ്മളെ ചായ മറ്റൊരു ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ഒരു അരിപ്പയിലൂടെ പകർത്തുന്ന സമയത്താണ് അത് ഫിൽട്ടർ ചെയ്ത് കിട്ടുന്നത് എന്ന് പറയുന്ന കണക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻ ദ കാപ്പിലറീസ് അല്ലേ. നമ്മുടെ കാപ്പിലറീസ് എന്ന് പറയുന്നത് എന്താണ്, ടൈനി ബ്ലഡ് വെസൽസ് ആണ്. ഇതിനകത്തുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ് ഏത്, നമ്മുടെ വാസ്കുലാർ കമ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഫ്ലൂയിഡ്സിനെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സിലേക്ക് ഇതിൻ്റെ ഒരു പ്രഷർ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫ്ലൂയിഡ്സിനെ ഫിൽട്ടർ ചെയ്ത് അങ്ങോട്ടേക്ക് വിടുന്നത്. ഓക്കെ, ആൻഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് സൊല്യൂട്ട്സ് ഒക്കർ ഫ്രം ആൻ ഏരിയ ഓഫ് ഹൈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ടു ആൻ ഏരിയ ഓഫ് ലോ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അതുപോലെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ പ്രഷർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് പ്രഷർ കുറവുള്ള സ്ഥലത്തേക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വാട്ടറിൻ്റെയും സൊല്യൂട്ട്സിൻ്റെയും മൂവ്മെന്റ് നടക്കുന്നു. ഓക്കെ, അവിടെ അത് ആ ഒരു ബേസിലാണ് ഏത് നമ്മുടെ ഫിൽട്രേഷൻ നടക്കുന്നതെന്നാണ് പറയുന്നത്.
പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ആ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ഇത് നമ്മൾ കിഡ്നിയുടെ അനാട്ടമി ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെ നമ്മൾ ആ ഒരു ഗ്ലോമറുല ഫിൽട്രേഷനും അതിലൊക്കെ കിഡ്നി എത്രത്തോളം ഫിൽട്രേഷൻ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ എന്നാലും ഇതിന്റെ ഭാഗമായിട്ട് പറയുകയാണ് ഫിൽട്രേഷൻ അലോസ് ദ കിഡ്നി ടു ഫിൽട്ടർ 180 ലിറ്റേഴ്സ് ഓഫ് പ്ലാസ്മ പെർ ഡേ. അതായത് ഒരു ദിവസം ഏകദേശം 180 ലിറ്റർ ഓഫ് പ്ലാസ്മയാണ് അല്ലെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ കിഡ്നീസ് എന്ത് ചെയ്യുന്നു ഫിൽട്ടർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അനദർ എക്സാമ്പിൾ ഓഫ് ഫിൽട്രേഷൻ ഈസ് ദ പാസേജ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഫ്രം ദ ആർട്ടീരിയൽ കാപ്പിലറി ബെഡ് ടു ദ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് അല്ലെ. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫിൽട്രേഷൻ്റെ മറ്റൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ഫിൽട്രേഷൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് കിഡ്നി ഏകദേശം ഒരു ദിവസം 180 ലിറ്റർ ഓഫ് പ്ലാസ്മയാണ് ഒരു ദിവസം ഫിൽട്ടർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫിൽട്രേഷൻ്റെ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്ന കാര്യമാണ് പാസേജ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഫ്രം ദ ആർട്ടീരിയൽ കാപ്പിലറി ബെഡ് ടു ദ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്. ഓക്കെ ഇൻ ദിസ് ഇൻസ്റ്റൻസ് ദ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഈസ് ഫർണിഷ്ഡ് ബൈ ദ പമ്പിങ് ആക്ഷൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഒരു പമ്പിങ് ആക്ഷൻ കാരണമാണ് ഈ പറഞ്ഞ കണക്ക് എന്ത് ചെയ്യുന്നു നമ്മുടെ ആർട്ടീരിയൽ ബെഡിൽ നിന്ന് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലേക്കുള്ള വാട്ടറിൻ്റെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒരു ഫിൽട്രേഷൻ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിലാണ് സോഡിയം കൂടുതലുള്ളതെന്ന് പറഞ്ഞു, ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡിലാണ് പൊട്ടാഷ്യവും കാൽഷ്യവും ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ഈ സെൽസ് അല്ലെ ഇൻട്രാ സെല്ലാർ എന്ന് പറയുമ്പം സെൽസിൻ്റെ അല്ലെ അകത്തുള്ളതാണ്, പുറത്തെന്താണ് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡാണ്. അപ്പം ഇവിടെയാണ് ഏത് സോഡിയം ഉള്ളത്, ഇവിടെയാണ് പൊട്ടാസ്യം ഉള്ളത്. അപ്പം ഇവരെ തമ്മിൽ ഇവരൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഗേറ്റ് പോലത്തെ അല്ലെങ്കിൽ ഒരു ഓപ്പൺ പോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പം ഇത് എന്താണ് നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ ഒരു മെക്കാനിസമാണ്. ഈ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു നമുക്കൊരു ഗേറ്റ് വേണമെന്ന് പറയാം. അതായത് സെലക്റ്റീവ്ലി ഇന്ന അയോൺസിനെ മാത്രം അകത്തേക്ക് കടത്തി വിടുകയും ഇന്ന അയോൺസിനെ മാത്രം പുറത്തേക്ക് കടത്തിവിടുകയും ചെയ്യുന്ന ഒരു സെലക്റ്റീവ് ഗേറ്റ്. അപ്പം ചില വലിയ ആളുകളുടെയൊക്കെ വീടുകളിലൊക്കെ ഉള്ള ഗേറ്റ് ഒക്കെ പോവാമെങ്കിൽ എന്താണ് എല്ലാവർക്കും അങ്ങോട്ടേക്ക് എൻട്രി കിട്ടുമോ? ഇല്ല, ചില പ്രത്യേക ആളുകളെ മാത്രം അങ്ങോട്ടേക്ക് കടത്തിവിടും, ബാക്കിയുള്ളവരെ കടത്തിവിടില്ല. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഗേറ്റ് പോലത്തെ ഒരു മെക്കാനിസമാണ് ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഇത് നമ്മുടെ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ എവിടെ കൂടുതലെന്ന് നമ്മൾ പറഞ്ഞു എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിലാണ് കൂടുതലുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് പോകാനായിട്ടൊരു ശ്രമം ആര് നടത്തും? സോഡിയം നടത്തും. കാര്യം എന്താണ് സോഡിയത്തിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ സെല്ലിൻ്റെ പുറത്ത് കൂടുതലാണ് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിലാണ് ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡിനേക്കാളും കൂടുതലായിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഈ എക്സ്ട്രാ ഇൻട്രാ എന്ന് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട, സെല്ലിൻ്റെ അകത്ത് പുറത്ത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ അപ്പം സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ സെല്ലിൻ്റെ പുറത്തായിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രയിലായിരിക്കും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും അത് അകത്തേക്ക് പോകാനായിട്ടൊരു ടെൻഡൻസി നടത്തും. ഓക്കെ അപ്പം the pump counteracts this by actively moving sodium out of cell. അപ്പോൾ പമ്പിൻ്റെ ജോലി എന്താണ് പുറത്ത് സോഡിയം ഇങ്ങനെ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ആലോചിക്കുക ഒരു ഗേറ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഈ ഗേറ്റിൻ്റെ അകത്ത് എന്താണ് കുറേ സ്പേസ് ഉണ്ടെന്ന് വെക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഈ ഗേറ്റ് പൊളിച്ചകത്തേക്ക് കയറാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാകത്തില്ലേ. അത് തന്നെയാണ് ആര് കാണിക്കുന്നത് നമ്മുടെ സോഡിയം ചെയ്യുന്നത്. സോഡിയം അകത്തേക്ക്, കാര്യം അകത്ത് സോഡിയം ഇല്ല, സോഡിയം കുറവാണ്. അപ്പം ഇത്രയും സോഡിയം ഇവിടെ നിൽക്കുകയല്ലേ, കുറച്ച് പേരെ അകത്തേക്ക് കയറ്റിയാൽ എന്താണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ പമ്പ് അകത്തേക്ക് കയറ്റുമില്ല. പമ്പ് എന്ത് ചെയ്യും? കൗണ്ടറാക്ട് ദിസ് ബൈ ആക്റ്റീവ്ലി മൂവിങ് സോഡിയം ഔട്ട് ഓഫ് ദി സെൽ ആൻഡ് പൊട്ടാഷ്യം ഇൻ ടു ദി സെൽ. എന്ത് പറയും? നിങ്ങൾ അവിടെ നിൽക്ക്, നിങ്ങൾ പോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൊട്ടാസ്യത്തിനെ മാത്രം അകത്തേക്ക് കയറ്റിവിടുകയും സോഡിയത്തിന് എന്ത് ചെയ്യും? പുറത്തേക്ക് അവിടെ തന്നെ നിന്നോളാൻ പറയുകയും ചെയ്യും. ഓക്കെ അപ്പോൾ അത് അങ്ങനത്തെ ഒരു പമ്പാണ് നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. സോഡിയം ആണല്ലോ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലുള്ളത്, പൊട്ടാഷ്യം ആണല്ലോ അകത്ത് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ സോഡിയം അകത്തേക്ക് പോകാനൊരു ശ്രമം നടത്തില്ലേ? നടത്തും. പക്ഷെ അത് ആര് സമ്മതിക്കില്ല? നമ്മുടെ ഈ ഗേറ്റ് ആയിട്ടുള്ള സോഡിയം പൊട്ടാസ്യം പമ്പ് സമ്മതിക്കില്ല. അത് സെലക്റ്റീവ്ലി ആരെ മാത്രം കടത്തിവിടും? പൊട്ടാഷ്യത്തിനെ മാത്രം കടത്തിവിടും. സോഡിയത്തിനെ എന്ത് ചെയ്യും? നിങ്ങൾ പുറത്ത് നിന്നോളൂ, അകത്ത് കയറണ്ടെന്ന് പറയും. ഓക്കെ അപ്പം സെലക്റ്റീവ്ലി മൂവിങ് ഔട്ട് ദ സോഡിയം ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് പൊട്ടാഷ്യം ഇൻ ടു ദ സെൽ പ്രിസർവിങ് ദ ഹൈ ഇൻട്രാ സെല്ലുലാർ പൊട്ടാഷ്യം കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ സെൽസിൻ്റെ ഉള്ളിലുള്ള കോൺസെൻട്രേഷൻ ഓഫ് പൊട്ടാഷ്യം കൂടുതലായിരിക്കും. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പൊട്ടാഷ്യത്തിനെ മാത്രം അകത്തേക്ക് കയറ്റിവിടുകയും സോഡിയത്തിനെ അകത്തേക്ക് കയറ്റാണ്ടിരിക്കുകയും ചെയ്യും. അതാണ് സോഡിയം പൊട്ടാഷ്യം പമ്പിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ
This process requires energy as it moves ions against their concentration gradient, making it an example of active transport. അല്ലേ? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ മാർച്ചൊക്കെ നടത്തുന്ന സമയത്തല്ലേ ഇവിടെ മറ്റേ ബാരിക്കേഡ് വെച്ചിട്ട് കുറച്ച് പോലീസുകാരും കാണും, അപ്പുറത്ത് ഒരു ലോഡ് നമ്മുടെ നേതാക്കന്മാരും കാണും. ഈ നേതാക്കന്മാരാരാണ്? സോഡിയംകാരാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകരാന്ന് വിചാരിക്കും. അവരെല്ലാം സോഡിയമാണ്. അപ്പം ഈ ഇത്രയും പേരെ അകത്തേക്ക് കയറാണ്ട് നോക്കണമെന്ന് വെച്ചാൽ പോലീസുകാർ അത്രയും കൂടുതൽ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത്രയും കൂടുതൽ എനർജി റിക്വയറിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ സോഡിയത്തിനെ പുറത്തേക്ക് തന്നെ നിർത്തുക എന്നുള്ളത്, അല്ലെ? കാര്യം പൊട്ടാസ്യത്തിന് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ സോഡിയത്തിനെ പുറത്തേക്ക് നിർത്തുക എന്നുള്ളത് എന്താണ്? എനർജി വേണ്ടി വരുന്ന ഒരു പ്രോസസ്സാണ് എന്നാണ് പറയുന്നത്. അത്രേ അതിനകത്ത് പറയുന്നുള്ളൂ. ദിസ് പ്രോസസ് റിക്വയർസ് എനർജി ആസ് ഇറ്റ് മൂവ്സ് അയോൺസ് അഗെയിൻസ്റ്റ് ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. കാര്യം അകത്ത് കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം കുറവാണ്, അപ്പോൾ കോൺസെൻട്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഓസ്മോസ് അനുസരിച്ചിട്ടാണെങ്കിൽ സോഡിയം അകത്തേക്ക് കയറണം. അപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനെ കൊണ്ടാണ് എന്ത് വേണ്ടത്? ഇത്രത്തോളം കൂടുതൽ ഓഫ് എനർജി വേണ്ടി വരുന്നത്. ഓക്കെ, ഇനി റൂട്ട് ഓഫ് ഗെയിൻ ആൻഡ് ലോസസ്, അതായത് നമ്മുടെ വാട്ടറിന്റെയും ഇലക്ട്രോലൈറ്റ്സും അല്ലെ എപ്പോഴും ഒരു ബാലൻസിൽ പോവുകയാണ്. നമ്മുടെ ബോഡി വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നോർമലായിട്ട് തന്നെ പോകും. പക്ഷേ ഈ പറഞ്ഞൊക്കെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ ഫ്ലൂയിഡ്സിനകത്ത് വ്യത്യാസം വരാം, അല്ലെ ലോസ് വരാം, അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഗെയിൻ ചെയ്ത അവസ്ഥ വരാം. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് കൂടുന്നതും കുറയുന്നതുമായിട്ടുള്ള അവസ്ഥ വരാം. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റ്സ് കൂടുന്നതും കുറയുന്നതായിട്ടുള്ള ഹൈപ്പോ ഹൈപ്പർ അതെല്ലാം നമ്മളിപ്പോൾ സോഡിയത്തിൻ്റെ ആയാലും പൊട്ടാസ്യത്തിൻ്റെ ആയാലും എല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സോഡിയം കൂടുന്നതും കുറയുന്നതായിട്ടുള്ള ഹൈപ്പർ നെട്രീമിയ, അതിലൊക്കെ പൊട്ടാസ്യത്തിനെങ്കിൽ ഹൈപ്പർ കലീമിയ. അപ്പോൾ ഇതെല്ലാം ഏതൊക്കെ കണ്ടീഷനിലുണ്ടാവും, എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ നോക്കും. ഓക്കെ, അപ്പം ഇവിടെ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ആർ ഗെയിൻഡ് ഇൻ വേരിയസ് വേസ്. എ ഹെൽത്തി പേഴ്സൺ ഗെയിൻസ് ഫ്ലൂയിഡ് ബൈ ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ്. അല്ലെ, നമ്മൾ കൂടുതലായിട്ടും ഫ്ലൂയിഡ്സ് ഗെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കുടിക്കുന്നതോടെ, അല്ലെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിലൂടെയാണ് നമുക്ക് ഫ്ലൂയിഡ്സ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് എന്താണ് അവർക്ക് ഈ പറഞ്ഞൊക്കെ ഫ്ലൂയിഡ്സ് ബോഡിയുടെ അകത്തേക്ക് എത്താൻ പറ്റും, നോർമൽ രീതിയിൽ എത്തില്ല, അല്ലെ? അപ്പൊ അവർക്ക് പാരഎൻട്രൽ ആയിട്ടുള്ള റൂട്ട്. പാരഎൻട്രൽ എന്ന് വെച്ചാൽ എന്താണ്? എൻട്രൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം വഴി അല്ലാത്ത റൂട്ടിലൂടെ നമുക്ക് ഫ്ലൂയിഡ്സ് കൊടുക്കേണ്ടി വരും, അല്ലെ? ഭയങ്കര ക്ഷീണമാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ്സ് ഒക്കെ കുറവായിരിക്കും, നമ്മൾ ട്രിപ്പൊക്കെ ഇടും, അല്ലെ? അപ്പൊ അതെങ്ങനെയാണ് എടുക്കുന്നത്? പാരൻട്രൽ റൂട്ട് വഴിയാണ്, അതല്ലെങ്കിൽ ഇൻട്രാവീനസ്ലി അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ്, അല്ലെ? വെയിനിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൂടെ ഇൻട്രാവീനസ്ലി അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ്ലി നമുക്ക് പാരൻട്രൽ റൂട്ട്സിലൂടെ നമുക്ക് ഫ്ലൂയിഡ്സ് എക്സ്ട്രാ എടുക്കേണ്ടതായിട്ട് വരും. ഓർ ബൈ മീൻസ് ഓഫ് ആൻ എൻഡറൽ ഫീഡിംഗ് ട്യൂബ് ഇൻ ദ സ്റ്റൊമക്ക് ഓർ ഇൻഡസ്റ്റൈൻ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റൊമക്കിലേക്കോ ഇൻഡസ്റ്റൈനിലേക്കോ ഒരു എൻഡറൽ ട്യൂബ് വഴി, അത് എൻഡറൽ റൂട്ട്. അത് മറ്റേതെന്താണ്? പാരൻട്രൽ റൂട്ട്. എൻഡറൽ അല്ലാത്ത റൂട്ട് വഴിയാണ് ഇൻട്രാവീനസ് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ്. ഇത് എൻഡറൽ റൂട്ട് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലൂയിഡ്സിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ കിഡ്നീസിന്റെ ഒരു കാര്യം അഗെയിൻ പറയുകയാണ്. എന്താണ്? ദ യൂഷ്വൽ ഡെയിലി യൂറിൻ വോളിയം ഇൻ അഡൾട്ട്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു കിഡ്നീസ് 180 ലിറ്റർ ഓഫ് പ്ലാസ്മ ഡെയിലി ഫിൽട്ടർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പുറത്ത് കുറെ ഫ്ലൂയിഡ്സ് പുറത്തേക്ക് പിന്തള്ളുന്നുണ്ട്, അല്ലെ? അങ്ങനെ പിന്തള്ളുന്ന എത്ര എമൗണ്ട് ആണ്? 1 to 2 liters ഓഫ് വോളിയം ഓഫ് യൂറിനാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓൺ ആൻ ആവറേജ് ബേസിസ് ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കണം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കാര്യം നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യത്തിന് ഫ്ലൂയിഡ് എത്തുന്നില്ല, അല്ലെ? ഫ്ലൂയിഡ് കുറയുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കും? നമ്മുടെ യൂറിൻ്റെ ഔട്ട്പുട്ട് കുറയുന്നൊരവസ്ഥ വരാം, അല്ലെ? യൂറിൻ മാത്രമല്ല ഡാർക്ക്, യൂഷ്വലി നോർമൽ യൂറിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു ചെറിയ ഒരു സ്ട്രോ കളേർഡ് യൂറിൻ എന്നാണ് പറയുക, അല്ലെ? പക്ഷേ യൂറിൻ ഇപ്പം നമ്മൾ എടുക്കുന്ന ഫ്ലൂയിഡ് ഒരുപാട് എക്സസ് ആണെങ്കിൽ ഭയങ്കര വാട്ടറി ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് വേണ്ട. പകരം ഫ്ലൂയിഡ് കുറയുന്ന അവസ്ഥയാണെങ്കിൽ നമ്മുടെ യൂറിൻ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളൊരു യെല്ലോ കളറിലും പോകും, അത് നമുക്ക് വേണ്ട. അപ്പൊ ഇങ്ങനെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രോ കളേർഡ് യൂറിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ യൂറിൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു നോർമൽ ഫ്ലൂയിഡ് ബാലൻസ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി നമ്മൾ മിനിമം കുടിക്കണമെന്ന് പറയുന്നത്. ശരിക്കും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്കിന് വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്, അല്ലെ? ഓരോരുത്തർ വെയിറ്റ് അനുസരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കണം. ഓക്കെ, എ ജനറൽ റൂൾ ഈസ് ദാറ്റ് ദ ഔട്ട്പുട്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 മില്ലി ഓഫ് യൂറിൻ പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് പെർ അവർ. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് 1 മണിക്കൂറിൽ 1 മില്ലി ഓഫ് യൂറിനെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെ? യൂറിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു റേറ്റ് ആണ് പറയുന്നത്. അതായത്
1 കിലോഗ്രാം ബോഡി വെയ്റ്റിന് 1 മണിക്കൂറിൽ 1 മില്ലി ലിറ്റർ ഓഫ് യൂറിൻ അല്ലേ, എല്ലാം ഒന്നാണ്. 1 മില്ലി ഓഫ് യൂറിൻ പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയ്റ്റ് പെർ 1 അവർ അല്ലേ, 1 അവറിൽ. ഓക്കെ, ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലും ഈ ഒരു എമൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും വെയ്റ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് യൂറിൻ്റെ ഔട്ട്പുട്ടിൽ അതുപോലെ തന്നെ ഇതിൽ വ്യത്യാസം വരും. ഓക്കെ, ഇനി അടുത്തത് സ്കിന്നിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ സ്കിന്നിലൂടെ ഒക്കെ പെർസ്പിറേഷനിലൂടെ ഒക്കെ ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിൻ്റെ ലോസ് വരുന്നുണ്ട് അല്ലേ. അപ്പം സെൻസിബിൾ പെർസ്പിറേഷൻ ഈസ് വിസിബിൾ സ്വെറ്റ് ലോസ് കണ്ടെയ്നിങ് സോഡിയം, chloride and potassium which can range from 0 to 1000 milli per hour depending on temperature അല്ലേ. അതായത് ഒരു നോർമൽ പെർസ്പിറേഷൻ്റെ കാര്യമുള്ള ഇങ്ങനെ നമ്മൾ വേർക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്വെറ്റിനകത്ത് അല്ലേ, നമ്മൾ വേർക്കുന്ന സമയത്ത് നമ്മുടെ സ്വെറ്റിൽ എന്തൊക്കെ ഉണ്ടാവും, സോഡിയം ഉണ്ടാവും, അതിലൊക്കെ അല്ലെ വാട്ടർ എന്തായാലും ഓഫ് കോഴ്സ് ഉണ്ടാവും. അതിൻ്റെ കൂടെ എന്താണ് നമ്മുടെ ഈ ഡിസോൾഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടുള്ള സോഡിയവും ക്ലോറൈഡും പൊട്ടാസ്യം ഒക്കെ ഉണ്ടാവും. ഇത് 1 മണിക്കൂറിൽ 0 to 1000 ml അത്രയും എമൗണ്ട് ഓഫ് എന്താണ് പെർസ്പിറേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്വെറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇൻസെൻസിബിൾ പെർസ്പിറേഷൻ ഈസ് നോൺ വിസിബിൾ വാട്ടർ ലോസ് ത്രൂ ദ സ്കിൻ ആവറേജിങ് അബൌട്ട് 600 മില്ലി പെർ ഡേ. മറ്റേത് 1 മണിക്കൂറിൽ 1000 മില്ലി ആണ് പെർസ്പിറേഷൻ എങ്കിൽ, ഇൻസെൻസിബിൾ ആയിട്ടുള്ള പെർസ്പിറേഷൻ ആണെങ്കിൽ ഓക്കെ. അപ്പം ഇൻസെൻസിബിൾ പെർസ്പിറേഷൻ ആണെങ്കിൽ എന്താണ്, നമുക്ക് ഈ പറഞ്ഞോണൊക്കെ അത്ര നോൺ വിസിബിൾ ആയിട്ട്. അപ്പം സെൻസിബിൾ പെർസ്പിറേഷൻ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്താലേ, നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി ജോലിയൊക്കെ ചെയ്തിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ശരിക്കും നമ്മൾ വേർപ്പായിട്ട് കാണുമല്ലോ. അതായത് നമ്മളിങ്ങനെ പറയത്തില്ലോ വേർത്തൊഴുകുന്നു അല്ലേ. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ടെമ്പറേച്ചറൊക്കെ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് നമ്മൾ ലിറ്ററലി നമ്മളിങ്ങനെ വേർക്കും. അതായത് വേർപ്പ് തുള്ളികൾ ആ ഒരു വാട്ടർ വെളിയിലേക്ക് വരും. അതാണ് നമ്മുടെ സെൻസിബിൾ പെർസ്പിറേഷൻ അല്ലെങ്കിൽ ആ ഒരു വിസിബിൾ പെർസ്പിറേഷൻ എന്ന് പറയുന്നത്. ആ ഒരു എമൗണ്ട് ആണ് എന്ത് 1 മണിക്കൂർ 1000 ml എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇപ്പം വീടിനകത്ത് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇരുന്നിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു വിസിബിൾ അല്ലെങ്കിൽ ഒരു സെൻസിബിൾ പെർസ്പിറേഷൻ ഉണ്ടാകത്തില്ല. അവർക്കുണ്ടാകുന്നത് ഇൻസെൻസിബിൾ പെർസ്പിറേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെർസ്പയർ ചെയ്യുന്നില്ലെന്നാണോ, സ്വെറ്റ് ചെയ്യുന്നില്ലെന്നാണോ? ഉണ്ട്, പക്ഷെ അവരുടെ പെർസ്പിറേഷൻ വളരെ കുറവാണ്. ഒരു ദിവസം 600 ml ഉള്ളു അല്ലേ. ഇവിടെ എത്രയാണ്, 1000 ml പെർ അവർ ആണല്ലേ. നമുക്കറിയാം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കിളയ്ക്കോ വെട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊന്ന് വേർക്കുന്ന പണിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വേർപ്പായിരിക്കും ഉണ്ടാവും അല്ലെ. ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വേർക്കും. അപ്പോൾ എത്രയാണ്, 1 അവറിലാണ് 1000 ml എമൗണ്ട് ഓഫ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അല്ലേ. ഈ ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കാൻ വരുന്നവർ കണ്ടിട്ടില്ലേ, ചിലർ ആ ടീഷർട്ടൊക്കെ പിഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇങ്ങനെ പിഴിയുന്ന സമയത്ത് അത്രത്തോളം എമൗണ്ട് ഓഫ് സ്വെറ്റ് ആയിരിക്കും വരിക. അപ്പോൾ അത് എത്രയാണ്, 1000 ml പെർ അവർ ആണെങ്കിൽ ഇൻസെൻസിബിൾ ആയിട്ടുള്ള പെർസ്പിറേഷൻ അല്ലെങ്കിൽ നമുക്ക് നോൺ വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പെർസ്പയർ ചെയ്യുന്നു നമുക്ക് ആ വിസിബിൾ ആയിട്ട് സ്വെറ്റ് കാണാത്ത പെർസ്പിറേഷനിൽ 600 ml പെർ ഡേ ആണ്. ഓക്കെ, ഇനി ഫീവർ ആൻഡ് സ്കിൻ ഡാമേജ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബേൺസ് പോലത്തെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ദ ഇൻസെൻസിബിൾ വാട്ടർ ലോസ് ത്രൂ ദ സ്കിൻ ആൻഡ് ലങ്സ്. അപ്പം ഇപ്പം നമുക്കൊരു പനി വരുന്ന അല്ലേ, പനി വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഭയങ്കരമായിട്ട് പനി വരുന്ന 3 സ്റ്റേജിൽ ഇപ്പോൾ ചിൽ സ്റ്റേജ്, ഫീവർ സ്റ്റേജ്, സ്വെറ്റ് സ്റ്റേജ് ഒക്കെ ഉണ്ട്. അല്ലാതെ യൂഷ്വലി ടെമ്പറേച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ വേർക്കുമോ ഇല്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പറഞ്ഞൊക്കെ നമ്മുടെ ഈ ഒരു ഇൻസെൻസിബിൾ പെർസ്പിറേഷൻ അല്ലെങ്കിൽ ആ ഒരു വാട്ടർ ലോസ് എന്താണ്, അത് ഈ പറഞ്ഞൊക്കെ സ്കിന്നിലൂടെ ലങ്സിലൂടെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി അതിലൊക്കെ തന്നെ ഈ സ്കിൻ ഡാമേജ് വരുന്ന സമയത്ത് പറഞ്ഞൊക്കെ ബേൺസ് ഒക്കെ വരുന്ന സമയത്ത് എന്താണ്, ഒരുപാട് ഫ്ലൂയിഡ്സ് നമ്മുടെ ബോഡിയിലൂടെ ഇങ്ങനത്തെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഇതാണ് നമ്മുടെ വാട്ടർ ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഫ്ലൂയിഡ്സിൻ്റെ ആ ഒരു സ്കിന്നിലൂടെയുള്ള പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇനി അടുത്തത് ലങ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ലങ്സിൻ്റെ കേസ് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അല്ലേ, ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നുണ്ട്, അതിനോടൊപ്പം എന്തും പോകുന്നുണ്ട്, വാട്ടർ വേപ്പറും പോകുന്നുണ്ട് അല്ലെ. അപ്പോൾ ദി ലങ്സ് നോർമലി എലിമിനേറ്റ് വാട്ടർ വേപ്പർ. അതൊരു ഇൻസെൻസിബിൾ ലോസ് ആണ്. നമുക്ക് കാണാൻ പറ്റുമോ, നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ മൈന്യൂട്ട് ടൈനി ഡ്രോപ്ലെറ്റ്സ് കാണാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ഡ്രോപ്ലെറ്റ്സ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു സെൻസിബിൾ ആയിട്ട് വേപ്പർ ലോസ് കാണാൻ പറ്റില്ല. അതെത്രയാണ്, റേറ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 400 മില്ലി എവറി ഡേ ആണ് അല്ലെ. ഒരു ദിവസം 400 ml പെർ ഡേ ആണ് എന്ത് നമ്മുടെ ലങ്സിലൂടെ നോർമലി ഉള്ള വാട്ടറിന്റെ എലിമിനേഷൻ
ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് ഇൻസെൻസിബിൾ ലോസ് ആണ്, നമുക്ക് വിസിബിൾ ചെയ്യാൻ പറ്റത്തില്ല. ദ ലോസ് ഈസ് മച്ച് ഗ്രേറ്റർ വിത്ത് ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ് അല്ലേ. നമ്മളിപ്പം ഒരുപാട് ഈ പറഞ്ഞൊക്കെ സ്ട്രെനുവസ് ആയിട്ടുള്ള വർക്കൗട്ട് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ റെസ്പിറേഷൻ്റെ റേറ്റ് കൂടും. അപ്പോൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് അതുപോലെ വാട്ടറിൻ്റെ ലോസും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ, എലിമിനേറ്റ് വാട്ടർ ലോസ്. അപ്പം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അല്ലാണ്ട് കണക്ട് ചെയ്യുന്ന ആലോചിക്കും അല്ലേ. നമ്മളിപ്പം ജിമ്മിലൊക്കെ പോയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, എന്ത് പറ്റും, നമ്മുടെ ബ്രീത്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ എത്ര ലോസ് ആവുന്നുണ്ട് അല്ലേ, അതിലൊക്കെ സ്കിന്നിലൂടെ വേർത്തിട്ട് ലോസ് ആവുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഓക്കെ, വിത്ത് ലോസ് ഇൻ ഈസ് മച്ച് ഗ്രേറ്റർ വിത്ത് ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ് ഓർ ഡെപ്ത് ഓർ ഇൻ എ ഡ്രൈ ക്ലൈമറ്റ്. അതൊക്കെ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റിൽ ഈ പറഞ്ഞ കണക്ക് ഈ ഒരു ഇൻസെൻസിബിൾ ലോസ് നമ്മൾ 400 ml പെർ ഡേ എന്ന് ആവറേജ് പറഞ്ഞത് കൂടാം. ഓക്കെ, ഇനി അടുത്തത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലൂടെ ഉള്ള പറയുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു, നമ്മൾ നോർമലി ഉള്ള യൂറിനിലൂടെ ഉള്ളത് പറഞ്ഞു, സ്കിന്നിലൂടെ ഉള്ളത് പറഞ്ഞു, ലങ്സിലൂടെ ഉള്ളത് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞത് GI ട്രാക്റ്റിലൂടെ ഉള്ളതാണ്. ഓക്കെ, ദ യൂഷ്വൽ ലോസ് ത്രൂ ദ GI ട്രാക്ട് ഈസ് ഓൺലി 100 to 200 ml അല്ലേ. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും കുറവ് ഏതാണ്, GI ട്രാക്റ്റിലാണ്. എത്രയേ ഉള്ളൂ, 100 to 200 ml മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം നമുക്ക് കിഡ്നിയിൽ നമ്മൾ എത്ര പറഞ്ഞു, കിഡ്നിയിൽ നമ്മൾ ഏകദേശം 1200 ml എന്ന് പറയാം അല്ലേ, 1.2 ലിറ്റർ എന്നൊക്കെ പറയുമ്പോൾ 1200 ml ഒക്കെ പറയാം. പിന്നെ നമ്മുടെ സ്കിന്നിലൂടെ എത്ര പറഞ്ഞു, സ്കിന്നിലൂടെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വിസിബിളായിട്ട് 1000 വരും, ഇൻവിസിബിൾ അല്ലെങ്കിൽ ഇൻസെൻസിബിളായിട്ട് 600 വരും എന്ന് പറഞ്ഞു അല്ലേ. ഇനി റെസ്പിറേറ്ററിയുടെ കേസിലാണെങ്കിൽ എത്ര പറഞ്ഞു, റെസ്പിറേറ്റർ അല്ല ലങ്സിലൂടെ ആണെങ്കിൽ നമ്മൾ 400 ആണ് പറഞ്ഞത്. ഇനി GAയിൽ വരുമ്പോഴത്തേക്ക് എത്രയാണ്, അത് വളരെ കുറവാണ്. എത്രയാണ്, 100 to 200 ml പെർ ഡേ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈവൻ ദോ approximately 8 liters of fluid circulates through GI system every 24 hours അല്ലേ. നമ്മുടെ GI സർക്കുലേറ്റ് സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റത്തിലൂടെ ഏകദേശം 8 ലിറ്റർ ഓഫ് ഫ്ലൂയിഡ് ഫുൾ ടൈം ഇങ്ങനെ അല്ല നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഭാഗമായിട്ടൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ലോസ് എത്രയേ ഉള്ളൂ, 100 to 200 ml മാത്രമേ ഉള്ളൂ. ഓക്കെ, ബിക്കോസ് ദ ബൾക്ക് ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ അല്ലെ. ആ ഫ്ലൂയിഡ് കൂടുതലും നമ്മുടെ ആ ഒരു ചെറുകുടൽ അല്ലെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ റീഅബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഇനി ഈ ഒരു സ്മോൾ ഇൻഡസ്ട്രിയിൽ പറഞ്ഞൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു ഫ്ലൂയിഡ്സിന്റെ റീഅബ്സോർപ്ഷൻ നടക്കാതെ വരികയും ഡയറിയ പോലത്തെ കണ്ടീഷനൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഡയറിയ പോലത്തെ കണ്ടീഷനൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ 200 ml ആണോ ലോസ് ഉണ്ടാവുക, അല്ല, ഒരുപാട് എമൗണ്ട് ഓഫ് ലോസ് കൂടുതലായിരിക്കും. ഓക്കെ, അതിലൊക്കെ ഫിസ്റ്റുലയുടെ കേസിലും ഈ പറഞ്ഞ ലോസ് കൂടുതലായിരിക്കും. ഇതിപ്പം ജനറലി ആണ് നമ്മൾ 100 to 200 ml ഡെയിലി ലോസ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻ ഹെൽത്തി പീപ്പിൾ ദ ഡെയിലി ആവറേജ് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് വാട്ടർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ആളുകൾ എന്താണ്, ഇൻടേക്ക് ഓഫ് വാട്ടർ ആൻഡ് ഔട്ട്പുട്ട് ഓഫ് വാട്ടർ എന്താണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ബോഡിയിൽ ഏകദേശം ഇത്രത്തോളം എമൗണ്ട് ഓഫ് വാട്ടർ പോകുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത്രയും കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ എടുക്കണം എന്ന് പറയുന്നത് അല്ലേ. അപ്പം കാര്യം അത് രണ്ടും ഈക്വൽ ആയിട്ടായിരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബോഡിയിൽ നടക്കുക. ഓക്കെ, അപ്പം ഇവിടെ ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ആവറേജ് ഡെയിലി ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ആൻ അഡൽട്ട് ആണ്. അതായത് നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡിൻ്റെ ഇൻടേക്ക് എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഫ്ലൂയിഡ്സ് എങ്ങനെയൊക്കെ എത്തുന്നുണ്ട്, ഇനി ബോഡിയിൽ നിന്ന് എത്രയൊക്കെ ഫ്ലൂയിഡ്സ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ആദ്യം ഇൻടേക്ക് നോക്കാം. ഇൻടേക്ക് ഓറൽ ലിക്വിഡായിട്ട് 1300 ml എടുക്കുന്നുണ്ട്. ഇനി വെള്ളത്തിലൂടെയുള്ള അതായത് ഫുഡിലൂടെ നമ്മൾ എടുക്കുന്ന എത്രയാണ്, 1000 ml ആണ്. ഇനി മെറ്റബോളിസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ ഏകദേശം 300 ml വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയാണ്, 1300ഉം 1000ഉം 300ഉം 2600 ml ആണ് ഏത് നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിന്റെ ഗെയിൻ. ഇനി നമുക്ക് വാട്ടറിന്റെ ലോസ് നോക്കാം. യൂറിൻ ഏകദേശം 1500 ml ആണ് അല്ലേ, 1500 ml എന്താണ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റൂളിലൂടെ നമ്മൾ പറഞ്ഞു GI ട്രാക്റ്റിലൂടെ വളരെ കുറവാണെന്ന് പറഞ്ഞപ്പോൾ സ്റ്റൂളിലൂടെ 200 ml പുറത്തേക്ക് പോകുന്നുണ്ട്. ഇൻസെൻസിബിൾ ആയിട്ടുള്ള എന്താണ്, നമുക്ക് ഈ പറഞ്ഞൊക്കെ ലങ്സിലൂടെ ഒരു 300, സ്കിന്നിലൂടെ ഒരു 600 പോകുന്നുണ്ട്. ടോട്ടൽ ലോസ് എത്രയാണ്, 2600 ml ആണ്. അപ്പം ഇവിടെ നമ്മുടെ ഇൻടേക്കും 2600 ml, ഔട്ട്പുട്ടും എത്രയാണ്, 2600 ml. അതായത് രണ്ടും തമ്മിലൊരു ബാലൻസ് ആണ്. ഇനി നമ്മൾ സെൻസിബിൾ ആയിട്ടുള്ള ലോസ് ഇപ്പോൾ ലങ്സിന്റെ കേസിൽ ഇപ്പോൾ കുറച്ചിപ്പം കൂടുതൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു 600 ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ സ്കിന്നിലൂടെ ഉള്ളതൊരു 1000 ആണെന്നിരിക്കട്ടെ, അതനുസരിച്ച് നമ്മുടെ ഇൻടേക്കും വാട്ടർ ഇൻടേക്കും അവിടെ കൂടുന്നുണ്ട്. അപ്പോഴും അത് ബാലൻസ് ചെയ്യപ്പെടണം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആവറേജ് ഡെയിലി ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ഞാൻ അഡൽട്ടിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് ഈ ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ആൻ അഡൾട്ട് ബോഡി വെയിറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഫ്ലൂയിഡ്? 40, 50, 60, 70 അല്ലേ. നമുക്കറിയാം ആൻസർ വന്നിട്ട് എത്രയാണ്, ഓപ്ഷൻ സി ആണ്
60% ആണ്. ഓക്കെ, 60% ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബോഡി കമ്പോണന്റ് ഹാസ് ദ ലോവസ്റ്റ് വാട്ടർ കണ്ടന്റ്? മസിൽ, ബോൺ, ഫാറ്റ്, ബ്ലഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബോണിലേക്ക് പോകും അല്ലേ. നമ്മുടെ ബോഡിയുടെ പാർട്സ് എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുറവ് വാട്ടർ കണ്ടന്റ് വരുന്നത് ബോണിലാണ്. പക്ഷേ ഇവിടെ എന്തുകൂടിയുണ്ട്? ഫാറ്റ് ഉണ്ട്. അപ്പം ബോണും ഫാറ്റും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് വാട്ടർ കണ്ടന്റ് എവിടെയാണ്? അത് നമ്മുടെ ഫാറ്റിലാണുള്ളത് അല്ലേ. ഓപ്ഷൻ സി, ഫാറ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫ്ലൂയിഡ് കമ്പാർട്ട്മെന്റ് മേക്സ് അപ്പ് 2/3 ഓഫ് ദ ടോട്ടൽ ബോഡി ഫ്ലൂയിഡ് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ഏത് ബോഡി ഫ്ലൂയിഡ് ആണ് ടോട്ടൽ 2/3 ഓഫ് ടോട്ടൽ ബോഡി ഫ്ലൂയിഡ്സ് മേക്കപ്പ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇൻട്രാ വാസ്കുലർ ഫ്ലൂയിഡ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്, ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഏതാണ്? അത് വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്, ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. ഇൻട്രാ സെല്ലുലാർ അല്ലെ, സെൽസിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ആണ്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെ. ഇൻട്രായും അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉണ്ട്. എക്സ്ട്രാ സെല്ലാർ തന്നെ ട്രാൻസ് സെല്ലാർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതേതാണ്? പ്ലാസ്മ, സൈനോവിയൽ ഫ്ലൂയിഡ്, ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്, സൈറ്റോപ്ലാസം. ഓക്കെ, ഇവിടെ ട്രാൻസ് സെല്ലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ബി ആണ്, സൈനോവിയൽ ഫ്ലൂയിഡ് ആണ് കേട്ടോ. സൈനോവിയൽ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഈസ് തേർഡ് സ്പേസിംഗ് ഇൻ ഫ്ലൂയിഡ് ബാലൻസ്? ഫ്ലൂയിഡ് ഓവർലോഡ് ഇൻ ദ ബ്ലഡ് വെസൽ, ഫ്ലൂയിഡ് ലോസ് ത്രൂ സ്വെറ്റിംഗ്, ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഇൻ ഏരിയാസ് വെർ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ്, എക്സസീവ് യൂറിനേഷൻ. ഏതാണ് ഇവിടുത്തെ ആൻസർ? വന്നിട്ട് തേർഡ് സ്പേസിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഇൻ ഏരിയാസ് വെർ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കണ്ടീഷൻ ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് തേർഡ് സ്പേസിംഗ് അല്ലെ. തേർഡ് സ്പേസിംഗ് ആയിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് ഹൈപ്പർ ടെൻഷൻ, ബേൺ, ഡീഹൈഡ്രേഷൻ, ഡയബറ്റിസ്. അപ്പം ഈ 4 കേസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് തേർഡ് സ്പേസിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ അക്യുമുലേഷൻ ഒക്കെ വരുന്ന ഒരു കണ്ടീഷൻ ഏതാണ്? അത് വന്നിട്ട് ബേൺസ് ആണ്. ഓപ്ഷൻ ബി ആണ്. അടുത്തത്, വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് ദ മേജർ കാറ്റയോൺ ഇൻ ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെ. നമ്മൾ കാറ്റയോണും ആനയോണും പഠിച്ചു അല്ലെ. അപ്പൊ അതിനകത്ത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലുള്ള മെയിൻ കാറ്റയോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. പൊട്ടാഷ്യം, കാൽഷ്യം, സോഡിയം, മാഗ്നീഷ്യം നമ്മൾ പഠിച്ചു. ഏതാണ്? ഓപ്ഷൻ സി ആണ്, സോഡിയം ആണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലുള്ള പ്രധാനപ്പെട്ട കാറ്റയോൺ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ കാറ്റയോൺ അല്ലെ. നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ഇല്ലാത്ത ഏതായോണ്ടാണെന്ന് നോക്കിയാൽ മതി. കാറ്റയോൺ അല്ലാത്തത് ഏത്? പൊട്ടാഷ്യം, സോഡിയം, ക്ലോറൈഡ്, കാൽഷ്യം അല്ലെ. പൊട്ടാസ്യം പ്ലസ് ആണ്, സോഡിയം പ്ലസ് ആണ്, കാൽഷ്യം 2+ ആണ്, ക്ലോറൈഡ് ഏതാണ്? മൈനസ് ആണ്. അപ്പൊ കാറ്റയോൺ അല്ലാത്ത ഏതാണ്? ഓപ്ഷൻ സി, ക്ലോറൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ആനയോൺ ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെ. ആനയോൺ അതായത് നമ്മുടെ ECFലുള്ള പ്രൈമറി ആനയോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോസ്ഫേറ്റ്, ക്ലോറൈഡ്, ബൈകാർബണേറ്റ്, സൾഫേറ്റ്. ഏതാണ്? ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി, ക്ലോറൈഡ് ആണ് കേട്ടോ. ക്ലോറൈഡ് ആണ് ഏത്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനയോൺ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രൈമറി ആനയോൺ ഇൻ ECF ഏതാണ്? അത് വന്നിട്ട് ക്ലോറൈഡ് ആണ്. പ്രൈമറി കാറ്റയോൺ ഇൻ ECF ഏതാണ്? കാറ്റയോൺ ഇൻ ECF ഏതാണ്? അത് വന്നിട്ട് സോഡിയം ആണ്, സോഡിയം പ്ലസ് ആണ്. ഇനി നമ്മുടെ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് വരുമ്പോൾ അത് ഏതാണ്? അത് വന്നിട്ട് പൊട്ടാസ്യം കാറ്റയോണും പിന്നെ ഏതാണ്? നമ്മുടെ ഫോസ്ഫേറ്റ് ആനയോണും ആണ് അല്ലേ. ഓർത്ത് വെച്ചേക്കാം. അടുത്തത്, വാട്ട് യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ഇൻ ബോഡി ഫ്ലൂയിഡ്? ഗ്രാംസ് പെർ ലിറ്റർ, മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ, മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ, മൈക്രോമോൾസ് പെർ ലിറ്റർ. ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ സി ആണ്, മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രോലൈറ്റ് പ്ലേസ് എ കീ റോൾ ഇൻ നെർവ് കണ്ടക്ഷൻ ആൻഡ് മസിൽ കോൺട്രാക്ഷൻ? അതായത് നെർവ് കണ്ടക്ഷനിൽ മസിൽ കോൺട്രാക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്? കാൽഷ്യം, സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം. ഏതാണ്? അത് വന്നിട്ട് നമ്മുടെ പൊട്ടാഷ്യം ആണ് കേട്ടോ. പൊട്ടാഷ്യമാണ് നെർവ് കണ്ടക്ഷനിലും മസിൽ കോൺട്രാക്ഷനിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൂവ്മെന്റ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം അക്രോസ് ദ സെൽ മെംബ്രെയിൻ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ അല്ലെ. നമ്മൾ പഠിച്ചു ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, സോഡിയം പൊട്ടാസ്യം പമ്പ്, ഫിൽട്രേഷൻ. നമുക്കറിയാം ആൻസർ ഓപ്ഷൻ സി ആണ്, സോഡിയം പൊട്ടാസ്യം പമ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഓസ്മോസിസ്? എന്താണ്? മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം ഹൈ ടു ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട് ഫ്രം ഹൈ ടു ലോ കോൺസെൻട്രേഷൻ, ഫിൽട്രേഷൻ ഓഫ് പ്ലാസ്മ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് അല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം ഹൈ ടു ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്രഷർ ഒപ്പോസസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആൻഡ് പുൾസ് വാട്ടർ ഇൻ ടു ദ കാപ്പിലറീസ്? അല്ലെ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വെള്ളത്തിനെ കാപ്പിലറീസിന്റെ ഉള്ളിലേക്ക് വലിക്കുന്ന ആ പ്രഷർ ഏതാണ്? ഓങ്കോട്ടിക് പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ, ഡിഫ്യൂഷൻ പ്രഷർ, ഫിൽട്രേഷൻ പ്രഷർ. അതേതാണ്? അത് വന്നിട്ട് ഓപ്ഷൻ എ ആണ്, ഓങ്കോട്ടിക് പ്രഷർ ആണ് കേട്ടോ, ഓങ്കോട്ടിക് പ്രഷർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫോഴ്സ് ഡ്രൈവിംഗ് ഫിൽട്രേഷൻ അക്രോസ് കാപ്പിലറീസ്? കാപ്പിലറീസിന് അക്രോസ് ആയിട്ട് അല്ലെ ആ ഫിൽട്രേഷനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്? ഓസ്മോസിസ്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഓങ്കോട്ടിക് പ്രഷർ, ഡിഫ്യൂഷൻ. ഏതാണ്? അത് വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഓസ്മോട്ടിക് ഡയൂറസിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ? എന്താണ്? ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ഡ്യൂ ടു എക്സ്ക്രീറ്റഡ് സൊല്യൂട്ട്, ഫ്ലൂയിഡ് റിട്ടൻഷൻ, ലോ സോഡിയം കോൺസെൻട്രേഷൻ. അല്ലെ, അത് നമ്മൾ പഠിച്ചാണ്. ഏതാണ്? ഓപ്ഷൻ ബി വന്നിട്ട് ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ഡ്യൂ ടു എക്സ്ക്രീറ്റഡ് സൊല്യൂട്ട്സ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ടോണിസിറ്റി റെഫേഴ്സ് ടു? എന്താണ് ടോണിസിറ്റി? ദ വെയിറ്റ് ഓഫ് എ സൊല്യൂഷൻ, ദ ബ്ലഡ് pH ലെവൽ, പ്രഷർ വിത്തിൻ ദ കിഡ്നീസ്. ആണോ? ഇത് മൂന്നും ആണോ? അല്ല. പിന്നെന്താണ്? ദ എബിലിറ്റി ഓഫ് സൊല്യൂട്ട്സ് ടു ഇൻഫ്ലുവൻസ് ദ വാട്ടർ മൂവ്മെന്റ്. അല്ലെ, അതാണ് ടോണിസിറ്റി എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇൻ ഫ്ലൂയിഡ് റെഗുലേഷൻ? അല്ലെ, ഫ്ലൂയിഡ് റെഗുലേഷനിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ എക്സാമ്പിൾ? ഡിഫ്യൂഷൻ, ഫിൽട്രേഷൻ, സോഡിയം പൊട്ടാസ്യം പമ്പ്, ഓസ്മോസിസ്. ഏതാണ് ആക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്? സോഡിയം പൊട്ടാസ്യം പമ്പാണ്. അല്ലെ, കാര്യം അവിടെ അത്രത്തോളം എനർജി റിക്വയർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ വരുന്നത്, സോഡിയം പൊട്ടാസ്യം പമ്പാണ്. മറ്റേതൊക്കെ ആ ഒരു ഗ്രേഡിയന്റ് അനുസരിച്ചിട്ട് നോർമലായിട്ട് നടത്തുന്ന ഒരു പാസീവായിട്ടുള്ള ഒരു ആക്ഷൻ എന്ന് പറയാം. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് എനർജി റിക്വയർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഡെയിലി യൂറിൻ ഔട്ട്പുട്ട് ഫോർ എ ഹെൽത്തി അഡൾട്ട്? 0.5 to 1 ലിറ്റർ, 1 to 2 ലിറ്റർ, 2 to 3 ലിറ്റർ, 3 to 4 ലിറ്റർ. എത്രയാണ് ടിപ്പിക്കൽ ഡെയിലി യൂറിൻ ഔട്ട്പുട്ട് ഫോർ എ ഹെൽത്തി അഡൾട്ട് എന്ന് പറയുന്നത്? ഒരു 1 മുതൽ 2 ലിറ്റർ വരെയൊക്കെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസെൻസിബിൾ വാട്ടർ ലോസ് ത്രൂ ദ സ്കിൻ ആവറേജ് ഹൗ മച്ച് ലിറ്റർ പെർ ഡേ? അല്ലെ, സ്കിന്നിലൂടെയുള്ള ഇൻസെൻസിബിൾ ആയിട്ടുള്ള, അതായത് ഇൻസെൻസിബിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർത്തത് മതി, നമ്മൾ വേർക്കുമ്പോൾ നമ്മൾ സെൻസ് ചെയ്യില്ലേ വേർക്കുന്നു എന്നുള്ളത്, പക്ഷേ വേർക്കാത്തപ്പോൾ നമ്മൾ അറിയുമോ? ഇല്ല. അതാണ് ഇൻസെൻസിബിൾ, സെൻസ് ചെയ്യുന്നില്ല. അപ്പം അതായത് ഈ പറഞ്ഞൊക്കെ നമുക്ക് വിസിബിൾ അല്ലാത്തത് അത് എത്രയാണ്? 200, 400, 600, 800. എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 600 ml ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കണ്ടീഷൻ ഇൻക്രീസസ് ഇൻസെൻസിബിൾ വാട്ടർ ലോസ്? അല്ലെ, നമുക്ക് കാണാൻ പറ്റാത്ത വാട്ടർ ലോസിനെ കൂട്ടുന്നത് ഏതാണെന്നാണ്? ഹൈപ്പോതെർമിയ, ഫീവർ, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോഗ്ലൈസീമിയ. ഏതാണ്? അത് വന്നിട്ട് ഫീവർ ആണ്. അല്ലേ, ഫീവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഹൈപ്പോതെർമിയാണ്, ഹൈപ്പർ അല്ല, ഹൈപ്പോതെർമിയാണ്. അപ്പം ടെമ്പറേച്ചർ കൂടെ. അപ്പം ഇവിടെ ഏതാണ്? ടെമ്പറേച്ചർ കൂടിയ ഒരവസ്ഥ ഫീവർ ആണ്. അപ്പം ഫീവറിൽ എന്ത് ചെയ്തു? ഇൻസെൻസിബിൾ വാട്ടർ ലോസ് കൂടുതലായിരിക്കും. അടുത്തത്, ദ ലങ്സ് ടിപ്പിക്കലി ലോസ് ഹൗ മച്ച് വാട്ടർ ഡെയിലി ത്രൂ വേപ്പർ? അല്ലേ, അതായത് ലങ്സിലൂടെ വേപ്പറിലൂടെ ലങ്സ് ഡെയിലി പുറത്തേക്ക് തള്ളുന്ന ഒരു ഇൻസെൻസിബിൾ ലോസ് എത്രയാണ്? 200, 300, 400, 500. എത്രയാണ്? അത് വന്നിട്ട് 400 ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, 400 ml ആണ്. അടുത്തത്, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ഫ്ലൂയിഡ് വോളിയം സർക്കുലേറ്റിംഗ് ത്രൂ ദ GI ട്രാക്ട് എവറി 24 hours? അല്ലേ, അതായത് നമ്മൾ പറഞ്ഞു GI ട്രാക്റ്റിലൂടെയുള്ള ലോസ് 200 ml വരത്തുള്ളൂ, പക്ഷേ ഫ്ലൂയിഡ് വോളിയം സർക്കുലേറ്റ് ചെയ്യുന്ന എത്രയാണ്? അത് കൂടുതലാണ്. എത്രയാണ്? 2468. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 8 ലിറ്റേഴ്സ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി 8 ലിറ്റേഴ്സ്. അടുത്തത്, വാട്ട് ഈസ് ദ നോർമൽ ഡെയിലി ഫ്ലൂയിഡ് ലോസ് ത്രൂ ഫീസസ് ഇൻ എ ഹെൽത്തി അഡൾട്ട്? അല്ലേ, ഫീസസിലൂടെ പോകുന്ന ഫ്ലൂയിഡ് ലോസ് 50 to 100 ml, 100 to 200 ml, 300 to 400 ml, 500 to 600 ml. എത്രയാണ്? ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, 100 to 200 ml അല്ലേ. 200 വരെയൊക്കെയാണ് പോകുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ് ലോസ് ഡ്യൂ ടു ഡയറിയ ഇസ് പ്രൈമർലി കോസ്ഡ് ബൈ? അല്ലെ, ഡയറിയയിലൂടെ ഫ്ലൂയിഡ് ലോസ് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, ഡിക്രീസ്ഡ് റീനൽ ഫിൽട്രേഷൻ, ഇൻക്രീസ്ഡ് സ്വെറ്റിംഗ്. ഇത് വല്ലതും ആണോ? അല്ല. പിന്നെ ഏതാണ്? അതായത് നമ്മുടെ GI ട്രാക്റ്റിൽ യൂഷ്വലി റീഅബ്സോർഷൻ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഡയേറിയൽ കണ്ടീഷനിൽ റീഅബ്സോർഷൻ നടക്കാത്തതുകൊണ്ട് ആ വാട്ടറും കൂടി എന്ത് ചെയ്യുന്നു? ഫീസസിലൂടെ മിക്സ് ആയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഡയേറിയൽ കണ്ടീഷൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ലോസ് ഓഫ് റീഅബ്സോർഷൻ ഇൻ ദ GI ട്രാക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈൻ ഓഫ് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ്? ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിന്റെ ഒരു സൈനാണ് എഡിമ, ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, ലോ ബ്ലഡ് പ്രഷർ,
വെയിറ്റ് ഗെയിൻ. ഇവിടെ എന്താണ്? ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിൻ്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. ലോ ബ്ലഡ് പ്രഷർ അല്ലെ, ലോ ബ്ലഡ് പ്രഷർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കണ്ടീഷൻ ക്യാൻ റിസൾട്ട് ഫ്രം എക്സസീവ് സോഡിയം ലോസ്? അതായത് സോഡിയം കുറയുന്ന അവസ്ഥയാണ് അല്ലെ. ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ ഒരുപാട് സ്വെറ്റിങ്ങിലൂടെയൊക്കെയും അതുപോലെ തന്നെ കൂടുതൽ ഫ്ലൂയിഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സോഡിയം നമ്മുടെ ബോഡിയിൽ കുറയുന്നൊരവസ്ഥ വരും. ഇത് ഹൈപ്പർനേട്രീമിയ, ഹൈപ്പോനേട്രീമിയ, ഹൈപ്പർ കലീമിയ, ഹൈപ്പോ കലീമിയ അല്ലെ. ഹൈപ്പോ അതായത് ബോഡിയിൽ കുറയുന്ന അവസ്ഥയാണ്, നേട്രം സോഡിയമാണ് അല്ലെ. അപ്പം എക്സസീവ് സോഡിയം ലോസ് വരുമ്പോൾ, സോഡിയം കൂടുതൽ നഷ്ടപ്പെടുമ്പം ബോഡിയിൽ സോഡിയത്തിൻ്റെ എമൗണ്ട് കുറയുന്നു. അതേതാണ്? ഓപ്ഷൻ ബി ആണ്, ഹൈപ്പോനേട്രീമിയ ആണ്. ഇത് നിങ്ങൾക്ക് ഫ്ലൂയിഡിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒക്കെ എക്സസ് അതിലൊക്കെ മിനിമവും അല്ലെങ്കിൽ ലോസിൻ്റെയും കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഭാഗത്ത് നമുക്ക് ഇതെല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ PSCയുടെ പുതിയതായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ സെൻറ്റൻസ് വായിച്ചു നോക്കുക. അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ശരിയാണെങ്കിൽ റൈറ്റ് ഇടുക, തെറ്റാണെങ്കിൽ റോങ് ഇടുക. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണോ, അത് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ വേണം നമ്മളത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട രീതി. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അബൌട്ട് 60% ഓഫ് അഡൾട്ട് ബോഡി വെയിറ്റ് ഈസ് മേഡപ്പ് ഓഫ് ഫ്ലൂയിഡ് അല്ലെ, അത് ശരിയാണ്. അടുത്തത്, ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അക്കൗണ്ട്സ് ഫോർ അപ്രോക്സിമേറ്റ്ലി 2/3 ഓഫ് ദ ടോട്ടൽ ബോഡി ഫ്ലൂയിഡ് അല്ലെ, അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ഒബീസ് ഇൻഡിവിജ്വൽസ് ഹാവ് എ ഹയർ പെർസെൻറ്റേജ് ഓഫ് ബോഡി ഫ്ലൂയിഡ് ദാൻ ലീൻ ഇൻഡിവിജ്വൽസ് ആണോ? അല്ല. കാര്യം എന്താണ്? അവരുടെ ബോഡിയിൽ ഫാറ്റ് കണ്ടന്റ്, ഫാറ്റ് സെൽസിനകത്ത് ഈ പറഞ്ഞോണൊക്കെ ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കുറവായിരിക്കും അല്ലേ, ഫാറ്റ് സെൽസ് കൂടുതലായിരിക്കും. അപ്പം അവരുടെ അകത്ത് ബോഡി ഫ്ലൂയിഡ്സ് കുറവായിരിക്കും. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ദ ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ് ഇൻക്ലൂഡ്സ് ഫ്ലൂയിഡ്സ് ലൈക്ക് സെറിബ്രോസ്പൈനൽ ആൻഡ് സൈനോവിയൽ ഫ്ലൂയിഡ്, ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം 4ഉം ആണ്. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? അത് വരുന്ന ഓപ്ഷൻ ബി ആണ്. അപ്പം നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ വേണം ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനാണ് ഇത്രയും സമയം എടുക്കുക. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കി കറക്റ്റായിട്ട് ആ സെൻറ്റൻസ് പ്രോപ്പറായിട്ട് വായിച്ചു നോക്കണം. അതിനകത്ത് ഒരു മിസ്റ്റേക്ക് വരരുത്. ചിലപ്പം എൻഡിലായിരിക്കും ഒരു ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് വായിച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആൻസർ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എത്തും. ഓക്കെ, ഇനി അടുത്തത്, regarding electrolytes in the body, consider the following statements. Okay, first statement, sodium is the major cation in the extracellular fluid. അതെ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത്, പൊട്ടാഷ്യം ഈസ് ദ പ്രൈമറി കാറ്റയോൺ ഇൻ ദ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്. അതും ശരിയാണ് അല്ലേ. അപ്പോൾ എക്സ്ട്രാ ഇൻട്രാ അതൊക്കെ ശ്രദ്ധിച്ചോണം. അടുത്തത്, ക്ലോറൈഡ് ഈസ് ദ ഡോമിനന്റ് കാറ്റയോൺ ഇൻ ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണോ? അത് തെറ്റാണ്. കാര്യം ക്ലോറൈഡ് എന്താണ്? ഡോമിനന്റ് അയോൺ ഒക്കെയാണ്, പക്ഷെ കാറ്റയോൺ അല്ല. പകരം എന്താണ്? അതൊരു ആനയോൺ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ഈസ് മെഷേർഡ് ഇൻ മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ അല്ലേ, അത് ശരിയാണോ? അതും ശരിയാണ്. ഇവിടുത്തെ ആൻസർ ഏതാണ്? വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പം ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇത് ഇൻകറക്റ്റ് എന്ന് ചോദിക്കും. നമ്മളപ്പോൾ ഈ 3 എണ്ണമൊക്കെ ശരിയല്ലേ എന്ന് വെച്ചിട്ട് അതിൻ്റെ ഓപ്ഷൻ എടുത്ത് തരും. ചിലപ്പം ഇൻകറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ 3 സെൻറ്റൻസും എല്ലാം അറിയാമായിരുന്നു, ശരിയായിരുന്നു. പക്ഷേ സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ കറക്റ്റ് ഇൻകറക്റ്റ് എന്നുള്ളത് മാറിയത് കാരണം നമ്മുടെ ആൻസർ തെറ്റാൻ പാടില്ല. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. അത് 1ഉം 2ഉം 4ഉം ആണ്. വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇപ്പം റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഓസ്മോസിസ് ആൻഡ് ഫ്ലൂയിഡ് റെഗുലേഷൻ അല്ലെ. ഓസ്മോസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം ആൻ ഏരിയ ഓഫ് ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ശരിയാണോ? ശരിയാണ്. അടുത്തത്, ഓങ്കോട്ടിക് പ്രഷർ ഈസ് മെയിൻലി എക്സേർട്ടഡ് ബൈ പ്രോട്ടീൻസ് ലൈക്ക് ആൽബുമിൻ ടു പുൾ വാട്ടർ ഇൻ ടു ദ കാപ്പിലറീസ്. ശരിയാണോ? അതും ശരിയാണ്. അടുത്തത്, ദ സോഡിയം പൊട്ടാസ്യം പമ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പാസീവ് ട്രാൻസ്പോർട്ട് ആണോ? അല്ല. പൊട്ടാഷ്യം സോഡിയം പമ്പ് ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. കാര്യം എനർജി റിക്വയർഡ് ആണ് ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് സോഡിയത്തിനെ അകത്തേക്ക് കയറ്റാതിരിക്കാനായിട്ട്. അപ്പം അതൊരു പാസീവ് ട്രാൻസ്പോർട്ട് അല്ല. ഇതിങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ ഡാർക്കൺ ചെയ്തൊന്നും കൊടുക്കത്തില്ല, നമ്മൾ വായിക്കണം. അപ്പം നമ്മൾ സോഡിയം പൊട്ടാസ്യം പമ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്പോർട്ട് ഒക്കെ കണ്ടു. പാസീവ് എന്നുള്ളത് നോർക്കുക. അപ്പോൾ പാസീവ് അല്ല, ആക്റ്റീവ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
ഇനി ഓസ്മോട്ടിക് ഡയൂറിസിസ് ഒക്കേഴ്സ് വെൻ സബ്സ്റ്റൻസസ് ലൈക്ക് ഗ്ലൂക്കോസ് ഓർ മാനിറ്റോൾ ഇൻക്രീസ് യൂറിൻ ഔട്ട്പുട്ട്. അത് ശരിയാണോ? അതും ശരിയാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ശരിയായിട്ടുള്ളത് 1, 2, 4 ഉണ്ട്. ചിലപ്പോൾ അതും ഓപ്ഷനിൽ കാണും. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇൻകറക്റ്റ് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 3 ഉള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റിഗാർഡിംഗ് ദ റൂട്ട് ഓഫ് ഫ്ലൂയിഡ് ലോസ് ആൻഡ് ഗെയിൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കിഡ്നീസ് ആർ ദ പ്രൈമറി റൂട്ട് ഓഫ് ഫ്ലൂയിഡ് ലോസ് വിത്ത് ആൻ ആവറേജ് ഡെയിലി യൂറിൻ ഔട്ട്പുട്ട് ഓഫ് 1 to 2 liters. അത് ശരിയാണ്. അടുത്തത് ഇൻസെൻസിബിൾ അല്ലെ, നമുക്ക് കാണാൻ പറ്റാത്ത വാട്ടർ ലോസ് ത്രൂ ദ ലങ്സ് അക്കൗണ്ട്സ് ഫോർ അപ്രോക്സിമേറ്റ്ലി 400 milli per day. അത് ശരിയാണോ? അതും ശരിയാണ്. ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് സർക്കുലേറ്റ്സ് അബൌട്ട് 8 liters of fluid every 24 hours, most of which is reabsorbed. അല്ലെ, അത് ശരിയാണ്. കാര്യം 8 liters of water സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ 200 ml മാത്രമേ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ അല്ലെ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെൻസിബിൾ പെർസ്പിറേഷൻ ഈസ് ദ വിസിബിൾ ലോസ് ഓഫ് വാട്ടർ ത്രൂ സ്വെറ്റ് ആൻഡ് കണ്ടെയ്ൻ സോഡിയം ക്ലോറൈഡ് ആൻഡ് പൊട്ടാഷ്യം. ശരിയാണോ? ശരിയാണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കറക്റ്റാണ്? 1, 2, 3, 4 കറക്റ്റാണ്. അതായത് എല്ലാം കറക്റ്റാണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത് ഇതും PSCയുടെ ഈ റീസെൻ്റ് ആയിട്ട് വരുന്ന ഒരു പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 സെൻറ്റൻസ് വന്നിരിക്കും, ഒന്ന് അസേർഷൻ, ഒന്ന് റീസൺ. ഓക്കെ, അപ്പം അസേർഷനും റീസണും കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിലൊക്കെ റീസൺ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് നോക്കുക. അതനുസരിച്ചുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ: ഒബീസ് ഇൻഡിവിജ്വൽസ് ഹാവ് എ ലോവർ പെർസെൻറ്റേജ് ഓഫ് ബോഡി വാട്ടർ കമ്പയർഡ് ടു ലീൻ ഇൻഡിവിജ്വൽസ്. ശരിയാണോ? അസേർഷൻ ശരിയാണ്, എ ശരിയാണ്. റീസൺ എന്താണ് പറയുന്നത്? ഫാറ്റ് സെൽസ് കണ്ടെയ്ൻ ലെസ് വാട്ടർ കമ്പയർഡ് ടു മസിൽ സെൽസ്. അത് ശരിയാണോ? അത് ശരിയാണ് അല്ലെ. ഈ പറഞ്ഞ സെന്റൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ അല്ലെ. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ അസേർഷൻ ആൻഡ് റീസൺ ആണ്. അസേർഷനിൽ സോഡിയം ഈസ് ദ പ്രൈമറി കാറ്റയോൺ റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം. ശരിയല്ലേ? ശരിയാണ്. റീസൺ എന്താണ്? സോഡിയം ഈസ് ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ടഡ് ഔട്ട് ഓഫ് സെൽസ് ബൈ ദ സോഡിയം പൊട്ടാഷ്യം പമ്പ് മെയിൻറ്റെയിനിങ് എ ഹയർ കോൺസെൻട്രേഷൻ ഇൻ ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ശരിയാണോ? റീസണും ശരിയാണ്. അപ്പോൾ അസേർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്. അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? ഓക്കെ, അടുത്തത് വീണ്ടും അഗെയിൻ അസേർഷൻ റീസൺ ആണ്. ഓങ്കോട്ടിക് പ്രഷർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രിവെന്റിംഗ് ഫ്ലൂയിഡ് ഫ്രം ലീക്കിംഗ് ഔട്ട് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെ. അത് ശരിയാണ്. റീസൺ: ആൽബുമിൻ എ പ്ലാസ്മ പ്രോട്ടീൻ എക്സേർട്സ് ഓങ്കോട്ടിക് പ്രഷർ ഡ്രോയിങ് വാട്ടർ ബാക്ക് ഇൻ ടു ദ കാപ്പിലറീസ്. അതും ശരിയാണ്. അവിടെയും അഗെയിൻ ഓപ്ഷൻ എ ആണ് വരുന്നത്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അസേർഷൻ ആണ്. ഇൻസെൻസിബിൾ വാട്ടർ ലോസ് ത്രൂ ദ ലങ്സ് ഇൻക്രീസസ് ഇൻ ഡ്രൈ ക്ലൈമറ്റ് ഓർ ഡ്യൂറിംഗ് റാപ്പിഡ് ബ്രീത്തിങ്. ശരിയാണ്. റീസൺ: ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ് ആൻഡ് ഡ്രൈ എയർ എൻഹാൻസ് ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ ഫ്രം റെസ്പിറേറ്ററി ട്രാക്ട്. ശരിയാണ്. അപ്പം രണ്ടും ശരിയാണ്. റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ഓക്കെ, അഗെയിനും അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. സിവിയർ ബേൺ ക്യാൻ ലീഡ് ടു തേർഡ് സ്പേസിംഗ് ഫ്ലൂയിഡ്സ് കോസിംഗ് ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ആൻഡ് ഹൈപ്പോടെൻഷൻ. കറക്റ്റ് ആണ്. റീസൺ: ഇൻ തേർഡ് സ്പേസിംഗ് ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഫ്രം വാസ്കുലർ സ്പേസ് ടു ഇന്റർസ്റ്റീഷ്യൽ ഓർ ട്രാൻസെല്ലുലാർ സ്പേസസ് മേക്കിംഗ് ഇറ്റ് അൺഅവൈലബിൾ ഫോർ നോർമൽ ഫിസിയോളജിക്കൽ യൂസ്. അതും ശരിയാണ്. ഇവിടെയും ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനായിട്ടുണ്ട്. ഇതുകൊണ്ട് തീർന്നിട്ടില്ല. ഇനിയും നമുക്ക് 2-3 പാർട്ടും കൂടി വരാനുണ്ട്. ഇതിനകത്ത് ഇനി ഓരോ ഇലക്ട്രോലൈറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സിൻ്റെയും എക്സസ് വരുമ്പോഴും ലോസ് വരുമ്പോഴും അല്ലെങ്കിൽ കുറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഏതൊക്കെ കേസുകളിലാണ്, അതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.